അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അലക്സ് മരുതൂർ അവറുകളാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ അലക്സ് മരുതൂറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടിവി പ്രേക്ഷകരോട് ദൈവം എന്നെ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാൻ, ദൈവം എന്നെ തിരഞ്ഞെടുത്ത വിധങ്ങളെ കുറിച്ച് പറയുവാൻ അതിയായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഉള്ള അവസരത്തെ ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിനും പ്രത്യേകിച്ച് അരോമ ടിവിയുടെ പ്രവർത്തിയ എല്ലാ ദൈവദാസന്മാരോടുള്ള പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ, അനേകർക്ക് ഈ ശുശ്രൂഷ മുഖാന്തരം കർത്താവിനെ കണ്ടെത്തുവാൻ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു എന്ന് നാം പറയുന്നത് പോലെ അനേക സാക്ഷ്യം ഉളവാക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കട്ടെ. ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു യോഗ്യതയും മാനുഷികമായി നോക്കുമ്പോൾ എനിക്കില്ല. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ ഒന്ന് മാത്രമാണ് എന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പ പാട്ടിന്റെ ചില വരികൾ പാടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് പാലും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. സ്നേഹം നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം സാവകാശത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, തുടർന്നുള്ള സമയം നാവിനോട് അങ്ങ് സംസാരിക്കണം. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം പറയുവാൻ, കർത്താവ് നടത്തിയ വഴികൾ ഓർത്ത് നന്ദി പറയുവാൻ, കർത്താവെ ഒന്ന് ഞങ്ങളെ സഹായിക്കുന്ന വലിയതേക്കായിട്ട് സ്തോത്രം. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ബലഹീനായ അടിയനെ അവിടുന്ന് ശക്തീകരിക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എൻ്റെ പേര് അലക്സ് മരുതൂർ. ഈ പകൽക്കാലം അരോമ ടിവിയിലൂടെ എന്നെ പരിചയപ്പെടുത്തുവാനും എൻ്റെ അനുഭവങ്ങളെ പറയുവാനും ദൈവത്തിന് സാവകാശത്തിനാണ് ദൈവത്തിന് സ്തോത്രം പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ എന്ന സ്ഥലത്തിനടുത്ത് മരുതൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് സ്തോത്രം എൻ്റെ ജീവിത നിലവാരം മാറിപ്പോകുവാനായിട്ടിടയായി. എനിക്ക് പപ്പയും അമ്മയും, ഞങ്ങൾ 2 സഹോദരങ്ങളാണ്. എൻ്റെ പപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥനാണ്. പപ്പയുടെ അമ്മയുടെ ആഗ്രഹം പോലെ കുഞ്ഞുനാളിൽ ഞാൻ അങ്ങനെ വളർന്നു വന്നെങ്കിലും ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ട്രാക്ക് മാറിപ്പോകാനായിട്ടിടയായി. ഞാനൊരു CSE സഭാ വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സഭ വിദേശ മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. അത്രയും പാരമ്പര്യം, വർഷങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് ആ സഭയെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പപ്പയുടെ അമ്മയുടെയും പൂർവ്വപിതാക്കന്മാർ, എൻ്റെ പപ്പയുടെ അമ്മയുടെയും സഭ ഒരു ചർച്ചയിലാണ് മരുതൂർ CSE ചർച്ച. ആ സഭയിൽ അവരുടെ ആ സഭ സ്ഥാപിക്കുവാനും അവിടെ ശുശ്രൂഷകൾക്കുമെല്ലാം എൻ്റെ പപ്പയുടെ അമ്മയുടെ കുടുംബങ്ങൾ വളരെ പ്രധാന നിലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ആ വലിയ സഭയിൽ ഏകദേശം 500 കുടുംബങ്ങൾ അടങ്ങിയ വലിയ സഭയിൽ ഞങ്ങളുടെ കുടുംബം എല്ലാവരും അറിയപ്പെട്ട ഒരു കുടുംബമായി അങ്ങനെ നിലനിന്നു വന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഏകദേശം 9ഓളം സഹോദരങ്ങളുണ്ട്. അവർക്ക് കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. എൻ്റെ പ്രായത്തിലുള്ള, എന്നെക്കാളും ഇളയതും എന്നെക്കാളും മൂത്തതുമായ ധാരാളം മക്കൾ ഞങ്ങളെ അമ്മയുടെ കുടുംബത്തിൽ സഹോദര കുടുംബങ്ങളിലായിട്ടുണ്ട്.
എന്നാൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നതായ ആ, പാളിച്ചകൾ, എൻ്റെ ജീവിതത്തിൽ വന്നതായ വീഴ്ചകൾ എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ ബന്ധുക്കൾക്കൊന്നും ഒട്ടും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി എൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പയോടും അമ്മയോടും എൻ്റെ ബന്ധുക്കളും ചോദിക്കും, എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ ജനിച്ചു എന്ന് ചോദിച്ച് വളരെ നിരാശയോടും വളരെ വേദനയോടും കൂടെ, കണ്ണീരോടും കൂടെ പരസ്പരം എൻ്റെ അപ്പയോടും അമ്മയോടും ബന്ധുക്കൾ വന്ന് ആ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സഭയിൽ ഞാൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നു. കൊയറിൽ പാടാനും, അതുപോലെ ഒരു സഭാദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും, സൺഡേ സ്കൂളിൻ്റെ എന്തെങ്കിലുമൊക്കെ വേൾഡ് സൺഡേ സ്കൂൾ ഡേ വരുമ്പോൾ, അവിടെ കൺവെൻഷൻ യോഗങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യത്തിലും അവിടെ ഡെക്കറേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം പാടാനും ഒക്കെ ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വിശ്വാസം കേവലം ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു വിശ്വാസമായിരുന്നു. തിങ്കൾ മുതൽ ശനി വരെ എനിക്ക് ധാരാളം ആ ദേശത്ത് കൂട്ടുകാരുണ്ട്, അല്ലാതെ എൻ്റെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് ചേർന്ന് എനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഞാൻ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പയും അമ്മയും ഒരുപാട് എന്നെക്കുറിച്ച് വേദനിക്കുമായിരുന്നു, ഒരുപാട് കരയുമായിരുന്നു. എൻ്റെ സഭയിൽ അമ്മ എല്ലാ ഞായറാഴ്ചയും വന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ സഭയിലെ മുതിർന്ന ആൾക്കാരോട് എന്നെക്കുറിച്ച് പറയും, നിങ്ങൾ ചർച്ചിൽ കാണുന്ന, വളരെ ആക്റ്റീവായി കാണുന്ന, സന്തോഷത്തോടെ കാണുന്ന, വളരെ ഉത്സാഹത്തോടെ കാണുന്ന ആളല്ല വീട്ടിൽ വരുമ്പോൾ തികച്ചും ഒരു മൃഗീയമായ സ്വഭാവത്തിന് അടിമയാണ്. വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനം തരികയില്ല, വീട്ടിലെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കുക, അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രകൃതമാണെന്ന് പറഞ്ഞ് മിക്ക ഞായറാഴ്ചയിലും എൻ്റെ അമ്മ അത് പറഞ്ഞ് കണ്ണീരോടെയാണ് കരഞ്ഞ് സഭയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ആയിരിക്കുന്ന അവസരങ്ങളിൽ പല പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഇത് എൻ്റെ 15-ാമത്തെ 16-ാമത്തെ വയസ്സുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് 49 വയസ്സായി. ആ സമയത്തെല്ലാം ഞങ്ങളുടെ ദേശത്തും അധികം അങ്ങനെ രക്ഷയുടെ അതായത് പഞ്ചഭൂഷണത്തിലുള്ള ചർച്ചകൾ വളരെ കുറവായിരുന്നു. അന്ന് പല പ്രാർത്ഥനാ പുരകളായിരുന്നു ഉണ്ടായിരുന്നത്, പല പ്രസംഗിമാർ നടത്തിയ പ്രാർത്ഥനാ പുരകൾ. ആ പ്രാർത്ഥനാ പുരകൾ എന്നെ കൊണ്ട് പ്രാർത്ഥനയെ കൊണ്ടുപോകുമായിരുന്നു. അവരെന്നെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കാൻ തരും. പലപ്പോഴും അവരെ വിളിച്ച് എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും, 1-2 ദിവസം ചെറിയ ഒരു ശാന്തത വരും, പിന്നെ പഴയതുപോലെ എൻ്റെ ജീവിതം മാറും. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഞാൻ മദ്യപാനത്തിന് അടിമയായി. അങ്ങനെ എൻ്റെ ജീവിതം വളരെ വഷളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പയോടും അമ്മയോടും ഒക്കെ വന്ന് അയൽപക്കത്തുള്ള ആൾക്കാർ വന്ന് പറയും, അക്രൈസ്തവരായ ആൾക്കാർ ധാരാളം ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്നു. ഒരു എന്ന് പറയും, നീ നിന്റെ മോനെയും കൊണ്ട് ഇവിടെ എല്ലാം പോയല്ലോ, ഒരു വ്യത്യാസം നിന്റെ മോന്റെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ ഒരുപക്ഷെ നിന്റെ മോന്റെ ജീവിതത്തിൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞ് അക്രൈസ്തവമായ മാർഗത്തിലേക്ക് അവർ പോകുവാനെത്തി. മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു സ്വഭാവം, നല്ല നടപ്പുണ്ടാകേണ്ടതിന് വേണ്ടി അവർ അങ്ങനെ പല ക്രിയകൾ പല ഇടങ്ങളിലും പോയി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതൊന്നും വ്യത്യാസം വരുത്തിയില്ല. അങ്ങനെ പലയിടത്തും മാറി മാറി ആവർത്തിച്ച് പോകുമ്പോൾ അവസാനം അവർ കണ്ടുപിടിച്ചൊരു വഴി, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ മണ്ണ് അവർ ശാപം പിടിച്ചതാണ്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഈ ക്രിയകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത് കൊണ്ട്, എൻ്റെ വീടിനടുത്തെല്ലാം എൻ്റെ ബന്ധുക്കളുണ്ട്, അവരെല്ലാം ക്രൈസ്തവ പാരമ്പര്യ വിശ്വാസങ്ങളുള്ളവരാണ്. അപ്പോ എൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം, ഒരു കർമ്മം ചെയ്യുവാൻ അസാധ്യമായ കാര്യമാണ്. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ അവര്, എൻ്റെ പപ്പയമ്മയും കൂടെ അങ്ങനെ ഒരു കർമ്മവും അവിടെ ചെയ്തു. പക്ഷെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും പറഞ്ഞാൽ അനുസരിക്കാതെ, ആരോടും കയർത്ത് സംസാരിക്കുന്ന, ഒരു കാര്യം പറയാം, രണ്ടാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെടാവുന്നാൽ നല്ല ചീത്ത പറയുമായിരുന്നു. അങ്ങനെ ആർക്കും എന്നോടൊരു സ്നേഹമില്ലായിരുന്നു. എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ പോയാൽ, ഞാൻ ദൂരെ നിന്ന് വരുന്ന കാണുമ്പോഴേ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലെ എൻ്റെ സമപ്രായ ആൾക്കാരെ വീട്ടിൽ നിന്ന് മാറ്റിക്കളയും. കാരണം എന്നോട് സംസാരിച്ച് അവരുടെ ജീവിതം കൂടെ വഷളായി പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റുന്നതാണ്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ഏകദേശം 4 വർഷം ഒരു കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു കോഴ്സ്, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് കോഴ്സ് കഴിഞ്ഞു. പക്ഷെ ആ കോഴ്സും എനിക്കൊരു സബ്ജക്റ്റ് നഷ്ടമായി, ആ കോഴ്സും പാസ്സായില്ല. പക്ഷെ എന്നോടൊപ്പം അന്ന് പാസ്സായ പലരും ISROയിലും ഒക്കെ പലവിധമായ ജോലിയിൽ പ്രവേശിപ്പാനിടയായി. പലരും വിദേശത്ത് നല്ല നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലിയിലൊക്കെ ആയിരിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതും ഒരു പരാജയമുണ്ടായിരുന്നു. എൻ്റെ പിതാവിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് എൻ്റെ പപ്പയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാക്കണമെന്ന്. എൻ്റെ പപ്പ തന്നെ ആപ്ലിക്കേഷൻ ഫോം എഴുതി പപ്പ തന്നെ ഫില്ല് ചെയ്തിടുന്ന പതിവായിരുന്നു. പലപ്പോഴും നിർബന്ധിച്ച് എന്നെ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞു വിടുവായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ ജീവിതത്തിലെ വഴിപിഴച്ച പോക്കും ഉള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും തന്നെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അവരുടെ എല്ലാ സ്വപ്നങ്ങളും തല്ലിക്കെടുത്തി ഒരു ശപിക്കപ്പെട്ട ജന്മം എന്ന പോലെ
ഞാനൊരു പള്ളി ക്രിസ്ത്യാനിയായി നാമധേയ അനുഭവത്തിൽ ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞു, IT പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ഹോം അപ്ലയൻസ് ഷോറൂമിൽ ഡെമോൺസ്ട്രേറ്ററായി ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. അതിനുമ്പ് ധാരാളം ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഷോപ്പിൽ ഞാൻ റിപ്പയറിങ്ങിനായിട്ട് ഇരുന്നിട്ടുണ്ട്. അല്ലാതെ ഇലക്ട്രീഷ്യനായിട്ട് അവരുടെ കൂടെ ഹെൽപ്പറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഷോറൂമിൽ ഡെമോൺസ്ട്രേറ്ററായിട്ട് എനിക്ക് ജോലി ലഭ്യമായി. ഏകദേശം 4 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം പട്ടണത്തിലേക്കാണ്, സിറ്റിയിലേക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അവിടെയാണ് ആ സ്ഥാപനം ഷോറൂം ഉള്ളത്. അവിടെ ഞാൻ പോയി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെയും കൂട്ടുകാർ മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിൽ അവർ ബാറിൽ കയറി മദ്യപിക്കുക പതിവാണ്. ഞാനും അതുപോലെ മദ്യപിച്ചാണ് മടങ്ങി വരാറ്. പക്ഷേ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രത്തോളം മദ്യപിക്കുന്നു അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിൽ വരുമ്പോൾ എന്നെ കാത്ത് രാത്രി കണ്ണിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മ എൻ്റെ സംസാരത്തിൽ വന്ന പിഴവുകൾ അമ്മ ശ്രദ്ധിച്ചു. പിറ്റേന്ന് രാവിലെ എന്നോട് ചോദിച്ചു, നീ ഇന്നലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പല കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ മദ്യപിക്കുന്നുള്ളത് മനസ്സിലായി. അന്നാണ് എൻ്റെ വീട്ടുകാർക്ക് പൂർണ്ണമായി മനസ്സിലായത് ഞാൻ മദ്യപിക്കുന്നത്. കാരണം ഞാൻ എവിടെയെങ്കിലും പോയി മദ്യപിച്ച് എൻ്റെ ലക്ക് കെട്ടാൻ ഞാൻ വീട്ടിലേക്ക് പിന്നെ വരാറില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് എല്ലാം നോർമലായ ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വരാറ്. എന്നാൽ അന്ന് അമ്മ ഉറങ്ങിക്കാണുന്ന ഉള്ള ചിന്തയിലാണ് ഞാൻ ജോലി കഴിഞ്ഞ രാത്രി ഞാൻ വീട്ടിലേക്ക് എത്തിയത്. അമ്മയ്ക്ക് അത് മനസ്സിലായി. അതിനുശേഷം അമ്മ കണ്ണിനോട് ദൈവത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഓൾറെഡി എൻ്റെ ജീവിതത്തിൽ ദേഷ്യ സ്വഭാവങ്ങളും വഴിവീഴ്ച കൂട്ടുകെട്ടൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോൾ വീട്ടിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയി. അങ്ങനെ അല്ലാതെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ കളിച്ചു വളർന്ന ഞങ്ങളുടെ ബന്ധുവായ ഒരു സഹോദരൻ, അദ്ദേഹം ഏതോ ഒരു സുവിശേഷ സംഘടനയുടെ ഒരു ക്യാമ്പിന് പോയിട്ട് മടങ്ങി വന്നു. എനിക്കന്ന് ക്യാമ്പെന്ന് അറിയില്ല. ഞങ്ങളുടെ സഭയുടെ ഇതിലും ക്യാമ്പൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ പോയി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് തമാശയൊക്കെ കളി തിരിച്ചു വരും. ചിലരൊക്കെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും, സുവിശേഷകരൊക്കെ സമർപ്പിക്കും. ഞങ്ങളുടെ ക്യാമ്പിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഹൃദയസ്പർശിയായി തോന്നിയിട്ടില്ല. അദ്ദേഹം ആ ക്യാമ്പിന് പോയി മടങ്ങി വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും തമാശ പറയുമ്പോൾ അവൻ ചിലപ്പോൾ അതിനെ പ്രതികരിക്കാറില്ല. സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ അതിനൊക്കെ ഒഴിഞ്ഞു മാറും. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് ഇതിന്റെ മാറ്റം വരാൻ കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയിൽ ഒരു ക്യാമ്പിന് അദ്ദേഹം പോയി പങ്കെടുത്തു, ആ സഹോദരൻ പോയി പങ്കെടുത്തു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവൻ ഒരുപാട് കളിയാക്കി, ഒരുപാട് പരിഹസിച്ചു. അതെല്ലാം കഴിഞ്ഞു പിന്നെയും ആളുകൾ കുറേ മുന്നോട്ട് പോയി. ഒരു ദിവസം ഞാൻ എൻ്റെ ജോലി ശമ്പളം കുറവാണ്, അടുത്തൊരു ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് തൽക്കാലം 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ നിന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വീട്ടിൽ നിന്നാൽ പഴയതുപോലെ പിന്നെയും പ്രശ്നമാകും. അപ്പൊ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മയും ഞാനും മാത്രം വീട്ടിൽ കാണുക. ഞാനും അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകും. പലപ്പോഴും അമ്മ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടി ഭയങ്കരമായ നെഞ്ചിലിടിച്ച് കരഞ്ഞ് ചിലപ്പോൾ ബോധം കെട്ടൊക്കെ വീഴാറുണ്ട്. അങ്ങനെ അത്രത്തോളം ഭയങ്കരമായ ഞാനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുവാൻ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ വീട്ടിൽ നിന്നാൽ പിന്നെയും പഴയപോലെ ആകുമെന്ന് പറഞ്ഞ് അമ്മ വല്ലാതെ വന്ന് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകണം, നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ വീട്ടിൽ ഇനി നിന്നാൽ പഴയതുപോലെ പിന്നെ കുറേ നാൾ കുഴപ്പമില്ലായിരുന്നു. കാരണം രാവിലെ ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്നത് 10 മണിക്കാണ്. വീട്ടിൽ കിടന്ന് ഞായറാഴ്ച മാത്രം. അപ്പോൾ കുറേ നാളുകൊണ്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങളും ബഹളമൊന്നും ഇല്ല. അപ്പോൾ ഞാനായിട്ട് ഒരു ബഹളം തുടങ്ങണ്ട എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക്, നേരത്തെ പറഞ്ഞ ജോസഫ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ അവൻ എന്നെ ഒരു വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവനോടെയാണ് ബൈക്കിൽ പോയത്. അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു ചെറിയൊരു വീട്ടിൽ പ്രാർത്ഥനാ കൂട്ടായിരുന്നു. കുറച്ച് പേരുണ്ട്, കുറേ സഹോദരിമാർ, അമ്മമാർ. 50 വയസ്സിന് 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കൂടുതലും. ചെറുപ്പക്കാരായ ആൾക്കാർ 2 3 പേരേ ഉള്ളൂ. പക്ഷെ അവർ ശക്തമായി ഇരുന്ന് കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, അവർ മറ്റുള്ള വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം പറയുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം ഞാൻ അനുവർത്തിച്ചു വന്ന പാരമ്പര്യ വിശ്വാസം എന്നെ അതിന് അനുവദിച്ചു. അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെ പറയുന്നവരേക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ സഭയിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ സഭയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ മറ്റു സഭയുള്ള ആൾക്കാരും കൂടെ കൺവെൻഷൻ നല്ല ആത്മീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കടന്നു വരും. അപ്പൊ എൻ്റെ അടുത്തിരുന്ന് ആരെങ്കിലും സ്തോത്രമെന്നോ യേശുവെന്നോ അല്പം ശബ്ദയുക്തി പറഞ്ഞാൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് വളരെ പരുഷമായി നോക്കും. അതിൽ അവർ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് വായിൽ വന്നൊക്കെ പറയും. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഞാൻ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത.
ഞാൻ എന്നെ കൊണ്ടുപോയി കൂട്ടുകാരോട് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം, നമുക്ക് ഇവിടെ ഇരിക്കണ്ട. പക്ഷേ അവൻ വരാതെ, അവനെ എഴുതിട്ട് വരെ കൂട്ടാക്കിയില്ല, അവൻ വരാതെ എനിക്ക് പോകാനും പറ്റും. അങ്ങനെ വല്ലാതെ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ ഇരുന്ന് കുറെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞങ്ങൾ ഒരുമിച്ച് തന്നെ എഴുന്നേറ്റ് പോയി. പക്ഷെ എങ്ങനെയോ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ആ കൂട്ടായ്മയിൽ ഞാൻ എത്തി. എങ്ങനെയാണെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ ആ കൂട്ടായ്മയിലെത്തി. ആ കൂട്ടായ്മയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. കർത്താവിനോട് ചോദിച്ചേടാ, നിനക്ക് ഇതുപോലെ കൈയടിച്ച് പാടാൻ അറിയാമോ? അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ മുതലേ പാടാനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ധാരാളം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ വീട്ടിലുണ്ടായി ധാരാളം. അപ്പൊ അങ്ങനെയുള്ള പാട്ടൊക്കെ ഞാൻ പാടും, കൊയറിൽ നന്നായിട്ട് പാടും. അപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കൈയടിച്ചൊന്ന് പാടാൻ അറിയാം? ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്ക് ഇങ്ങനെ കൈയടിച്ച് പാടാൻ അറിയില്ല. അടുത്ത കർത്താവിനോട് ചോദിച്ചു, ഇതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം? 24 വയസ്സായി എനിക്കപ്പോൾ. എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാം? ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. എൻ്റെ 24ാമത്തെ വയസ്സിലെ പ്രാർത്ഥനയും എൻ്റെ പപ്പയെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, എൻ്റെ അനിയത്തെ അനുഗ്രഹിക്കണേ, പഠിക്കാനുള്ള ബുദ്ധി തരണേ. പഠിത്തമെല്ലാം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ആ പഴയ പ്രാർത്ഥനയാണ്. എൻ്റെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സ്വിച്ചിട്ട പോലെ സ്പീഡിൽ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന ജീവിതം. പക്ഷെ അവിടുത്തെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടത് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാ വിഷയം പറയുന്നു. അവിടെയുള്ള അമ്മമാർ, സഹോദരിമാർ ഏതോ വലിയൊരു ദേവദാസൻ പറയുന്നത് പോലെ ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞങ്ങളുടെ സഭയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തലമുതിർന്ന ഡീക്കന്മാരായിരിക്കും, മുതിർന്ന ഡീക്കനസുമാരായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ചെറുപ്പക്കാരൊന്നും അങ്ങനെ പുൽപ്പുറ്റിൽ വന്ന് പ്രാർത്ഥിക്കാറില്ല. എനിക്കത് കണ്ട് ഭയങ്കര അതിശയം തോന്നി, ഇവനെങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവിനോട് ഓൾറെഡി ചോദിച്ചുകൊണ്ടിരുന്നു, എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുമോ, ഇങ്ങനെ പാടാൻ അറിയാമോ? ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്ക് അറിയില്ല. ഞാൻ അവസാനം എൻ്റെ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത മദ്യപാനവും ദുഷിച്ച കൂട്ടുകെട്ടും ഒരുപാട് കഴിവഴിച്ച ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ മാറ്റി തന്നാൽ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കാമെന്ന് ഞാൻ ദൈവത്തോട് എൻ്റെ ഹൃദയത്തിൻ്റെ വാക്ക് പറഞ്ഞു. എനിക്ക് രക്ഷിക്കപ്പെട്ടതെന്ന് എനിക്ക് അന്നൊന്നും അറിഞ്ഞുകൂടാ. അഭിഷേകം പ്രാപിക്കുന്ന പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അന്ന് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അന്ന് മുതൽ വലിയൊരു അത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മദ്യപാനത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി. ഇന്നും അത് തിരിഞ്ഞു നോക്കുമ്പോൾ അതിശയമാണ് ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി എന്നുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ മദ്യപിക്കാനുള്ളതായ പല സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം അതിനെ ഓവർകം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ സാധാരണ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു പ്രാർത്ഥിച്ച എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വരുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് കൺവെൻഷനത്തിന് പങ്കെടുക്കാൻ പോകും. ഞങ്ങളുടെ ചർച്ചിലും അല്ലാതെ പൊതുവായി ഗ്രൗണ്ടിൽ ഇരുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോകും. പക്ഷേ പാട്ട് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക പതിവാണ്. പ്രസംഗം കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് പാട്ട് കേൾക്കാൻ പോകും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഗാനമേള നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി 3 ക്ഷേത്രങ്ങളിൽ പോയി 3 ഗാനമേള അത്ര പേരെ കാണുക, കേൾക്കുക, അതിൻ്റെ ജീവിതത്തിൽ ഹരമായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു അനുഭവം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പല മീറ്റിങ്ങിൽ ഞാൻ പോയിരിക്കുമ്പോൾ പാട്ട് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകാൻ എനിക്ക് തോന്നുന്നില്ല. ആരോ എന്നെ അവിടെ പിടിച്ചിരുത്തുന്നത് പോലെ വചനം കേൾക്കുവാനും പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ എൻ്റെ ജീവിതം വലിയൊരു ആഗ്രഹം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിത കർത്താവ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കാൻ വർഷങ്ങൾ എടുത്തു. ഞാനിങ്ങനെ അനുഭവത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ അവരെടുത്തു. പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു ഞാനിങ്ങനെ മാറി എന്നുള്ളത്. എൻ്റെ സഭക്കാർക്ക്, എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാനിങ്ങനെ മാറും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നും എനിക്ക് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പലവിധമായ ജോലികൾ ഞാൻ ചെയ്ത് പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിച്ച് അടുത്ത ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു പതിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവന്റെ ഈ മാനസാന്തരം കൂടിപ്പോയാൽ കുറച്ച് ദിവസം കൂടെ പോകും, അത് ഞാൻ പഴയതുപോലെ പിന്നെയും ആയിത്തീരുമെന്ന്. പലപ്പോഴും എന്നോട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞ് എന്നെ പരിഹസിക്കുമായിരുന്നു. ഹല്ലേലൂയക്കാരൻ വരുന്നു, സ്തോത്രക്കാരൻ വരുന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പരിഹസിക്കുക. പ്രത്യേകിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ വിശ്വാസത്തിൽ തീവ്രവാദിയായി മാറി. ആരെ കണ്ടാലും രക്ഷയുടെ കാര്യം പറയും. അങ്ങനെ വല്ലാത്തൊരു തീവ്രവാദ അനുഭവത്തിലേക്ക് ഞാൻ പോയി. പക്ഷെ ഞാൻ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ദൈവം എന്നെ മാറ്റി ഒരു ശാന്ത സ്വഭാവത്തിനായി കർത്താവിനെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ആ ലവാർമി ക്രൂസൈഡുമായി ചേർന്നുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ പോയി പ്രാർത്ഥനയ്ക്കിരുന്ന വീടെന്ന് പറയുന്നത് ലവാർമി ക്രൂസൈഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന
ഇപ്പൊ കർത്താവസിൽ വിശ്രമിക്കുന്ന വിശ്രമതന്റെ കുടുംബ വീടാണ്. ഒരു പഴയ ഓല മേഞ്ഞ വീടാണ്. ആ വീടിനകത്തിരുന്നാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ ലവാർമി ക്രൂസൈഡുമായുള്ള ബന്ധത്തിൽ ഞാൻ പലയിടങ്ങളിൽ മീറ്റിങ്ങിനായി കടന്നു പോവുക പതിവായിരുന്നു. പലയിടങ്ങളിലും കൺവെൻഷൻ നടക്കുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ ഏതെങ്കിലും പുരയിടത്തായിരിക്കും, മരിച്ചിനി കപ്പയൊക്കെ നട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ചർച്ചിലായിരിക്കും. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പുറത്ത് കുറേ ദൈവമക്കൾ കരങ്കോർത്ത് ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു ഭയങ്കര മനോഹരമായ ഒരു അനുഭവം കാഴ്ചയുമായിരുന്നു. അപ്പോ ആ പ്രാരംഭ വിശ്വാസിയായ എന്നെയും കൂടെ അവിടെ പ്രാർത്ഥന കൊണ്ടു നിർത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ റൗണ്ടായിട്ട് പ്രാർത്ഥിച്ചു വരുമ്പോൾ എന്നെ ഇടതു വലം നിൽക്കുന്ന ആളുടെ രണ്ടുപേരുടെ കൈ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറയും, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ യൂറിൻ പാസ് ചെയ്ത് വരാമെന്ന് പറയും. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, നാണക്കേടാണ്. 24-ാമത്തെ വയസ്സിൽ എനിക്ക് അവർ പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയാൻ നാണക്കേടായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ കൂട്ടായ്മയിൽ ഇങ്ങനെ മീറ്റിങ്ങിനെല്ലാം കടന്നു പോകുക പതിവായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പരിശുദ്ധാത്മാവും അഭിഷേകം, അന്യഭാഷ, രക്ഷിക്കപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ പരസ്പരം ദൈവമക്കൾ പറയുന്ന കേട്ടാണ് എനിക്ക് മനസ്സിലായത്. രക്ഷിക്കപ്പെടുക എന്താണ്, മാനസാന്തരം എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ്, ആത്മീയ ജീവിതം എന്താണ്, പാരമ്പര്യമായ അനുഭവം എന്താണെന്നൊക്കെ അവിടെ വെച്ച് ഞാൻ പഠിക്കാനിടയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരൻ ജോസഫ് പോയി പങ്കെടുത്ത ആ ക്യാമ്പിൽ 10 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പാണ്. സുവിശേഷ വേലയ്ക്കായി ദൈവമക്കളെ ഒരുക്കുന്ന ഒരു പൗർണസി ക്യാമ്പാണ്. അത് കോഴിക്കോട് വെച്ചാണ് നടന്നത്. ഞാനും ആ ക്യാമ്പിൽ പോയി പങ്കെടുക്കാൻ ഇടയായി. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് പലവിധമായ ക്യാമ്പുകളിൽ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഞാനവിടെ ജോക്കറാണ്. കാരണം ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും വന്ന് വിശ്രമിക്കും, ഞാൻ അവരുടെ തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഓരോരുത്തർ പാടുന്നതൊക്കെ ഞാൻ ആക്ഷൻ കാണിച്ച്, അവരവിടെ കൈയടിക്കുന്നതൊക്കെ ആക്ഷൻ കാണിച്ച്, അങ്ങനെ തമാശ പറഞ്ഞ് തിരിച്ച് ക്യാമ്പ് കഴിഞ്ഞ് വരുന്നതാണ് എൻ്റെ പതിവ്. അപ്പോൾ കോഴിക്കോട് ഞാൻ പങ്കെടുക്കുമ്പോൾ കുന്നംകുളത്തുള്ള വിപിൻ എന്നൊരു സഹോദരനും ഞങ്ങളുടെ ദേശത്തുള്ള യോഹനാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരാണ് ഒരു ബെഡിൽ ആയിട്ട് ഒരു സ്ഥലത്ത് അടുത്തടുത്തായിരുന്നത്. ഓരോ ദിവസവും ആ ക്യാമ്പിൽ ദൈവമക്കൾ അഭിഷേകം പ്രാപിക്കുന്നു, ഒരു അനിവാശി പ്രാർത്ഥിക്കുന്നു, ശക്തമായ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നു. ഇതെല്ലാം കണ്ട് തമാശ പോലെ ഞാൻ ഇങ്ങനെ കണ്ടു നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. ക്യാമ്പ് കഴിഞ്ഞ് ഓരോ സെഷൻ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന സെഷൻ വൈകുന്നേരം 10 മണി 11 മണിക്ക് വരെ ആ ക്യാമ്പ് ഓരോ സെഷൻ തുടരും. രാത്രി വിശ്രമിക്കാൻ വരുമ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വന്നതുപോലെ തമാശയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ചിരിപ്പിച്ച് അങ്ങനെ പോകുമായിരുന്നു. എന്നാൽ ഓരോ സെഷൻ കഴിയുമ്പോഴും ഞാൻ അവരോട് ഇങ്ങനെ തമാശയെല്ലാം പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഓരോ സെഷൻ കഴിയുമ്പോഴും ഞാൻ നേരത്തെ ലവാർമി ക്രൂസൈഡിന്റെ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നതുകൊണ്ട് അവിടെയുള്ള സീനിയർ ഇവാഞ്ചലിസ്റ്റുമാർ ഓരോ സെഷൻ കഴിയുമ്പോൾ എൻ്റെ അടുത്തും ചോദിക്കും, അലക്സ് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചോ, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവമൊന്നും ആ ദിവസം ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായ പാട്ടുകൾ, ശക്തമായ ആരാധന, നല്ല അനുഗ്രഹിക്കപ്പെട്ട പഠന ക്ലാസ്സുകൾ, പ്രാർത്ഥന സെഷനിലെ കണ്ണീരോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ കിടന്ന സഹോദരൻ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ അന്ന് രാത്രി വന്ന് അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പരിശുദ്ധമാണ് അറിയപ്പെട്ടു, ദൈവം എന്നെ തൊട്ടു, കർത്താവിന് അന്യഭാഷ തന്നു. അപ്പൊ അന്ന് ഞാൻ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് അങ്ങനെ സമയം പോയി. പിറ്റേന്ന് അതിന്റെ പിറ്റേന്നോ എൻ്റെ അടുത്ത് ഉള്ള 2ാമത്തെ ആളും അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി. അപ്പൊ എന്നോട് ചോദിച്ചു, അലക്സ് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ ചെയ്തൊരു പറയാൻ പാടില്ല, തെറ്റാണ്, എങ്കിലും ഞാൻ ചെയ്തൊരു കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തിരുന്ന ഈ സഹോദരൻ പറയുന്ന അന്യഭാഷ ഞാൻ ശ്രദ്ധയോടെ കേട്ട് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു, ബുക്കിൻ്റെ പുറകിൽ. അപ്പോൾ രാത്രി പോകുമ്പോൾ ഇവർ ചോദിക്കുമ്പോൾ പറയണമല്ലോ. രാത്രി അവർ വന്നു, 2 പാവപ്പെട്ട സഹോദരന്മാർ, അവർക്ക് അങ്ങനെ ആത്മീയമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിവില്ല. പക്ഷെ അവിടെ ആ കൊച്ചറിവിൽ അവരെന്നോട് പറഞ്ഞു, വേറെ അങ്ങനെ എഴുതി വെച്ച് പഠിപ്പിക്കുന്നതും അല്ല അന്യഭാഷ എന്ന് പറയുന്നത്, അത് ദൈവം നമുക്ക് തരുന്ന വിലയേറിയ ദാനമാണ് എന്നോട് പറഞ്ഞു. എന്നെ ക്യാമ്പിൽ 2 ദിവസമേ ഉള്ളൂ. ഞാൻ ആ ദിവസം തൊട്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവത്തോട് കൊച്ചുകുഞ്ഞ് കരയും പോലെ ഞാൻ ഓരോ സെഷനിൽ പോയിട്ട് കരയും. കർത്താവേ, എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് അഭിഷേകം കൊടുത്തു, അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ മുൻകാല ജീവിതത്തിൽ വന്നുപോയ പരിശുദ്ധമായി ദുഃഖിപ്പിച്ചതായ കാഴ്ചകൾ എന്നെ കൺമുമ്പേ വരച്ച് കാണിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരുമായ റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ്, നടന്നു പോകുമ്പോൾ അവിടെ കുറച്ച് ദൈവമക്കൾ, വളരെ പ്രായമുള്ള ദൈവമക്കൾ, കുറച്ച് പേര്, 4-5 പേര്, പണ്ടത്തെ കടമുറിയുണ്ട്, ഇങ്ങനെ പലക ഇളക്കി വയ്ക്കുന്ന ഒരു കടമുറിയുണ്ട്. അതിങ്ങനെ അത് ഓരോന്നറി പറക്കി ഇടുമ്പോൾ കടമുറി അടയും,
അത് ഓരോന്നോടത്ത് ഇളക്കി മാറ്റാം. അങ്ങനെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നൊരു കടമുറി. ആ കടമുറിയിൽ അവർ ദൈവത്തോട് കണ്ണതിനോട് കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടുമ്പോൾ അവരെ പരിഹസിച്ച് ഞാൻ അവിടെ ചീത്തയൊക്കെ പറയുന്ന അനുഭവമുണ്ടായി. അതല്ല, ഞാൻ മറന്നു വർഷങ്ങളായി. പക്ഷെ ഞാൻ അവരുടെ ഈ അഭിഷേകത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ആ കാഴ്ച കാണിച്ചു. ഞാൻ ഒരു കൊച്ചുകുഞ്ഞ് കരയും പോലെ ഞാൻ അവിടുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ, ഞാനില്ലാത്ത സമയത്ത് ഇതെല്ലാം ചെയ്തു പോകാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തോട് കരയുമ്പോൾ വളരെ ശക്തമായ ഒരു ദൈവസ്ഥാനത്ത് എൻ്റെ മേലെ ഇറങ്ങി വന്നു. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് പോലും എനിക്ക് അറിയാൻ കഴിയാതെ, ആദ്യമായിട്ടാണ് എവിടെയാണ് നിൽക്കുന്നത് പോലും അറിയാൻ കഴിയാതെ കർത്താവ് എന്നെ പരിശുദ്ധമായ ശക്തിയാൽ നിറച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം ദൈവത്തിന്റെ ആത്മാവ് വരുത്തുവാൻ തുടങ്ങി. ഞാൻ ലവോർമി കുറിച്ച് എൻ്റെ ശുശ്രൂഷമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ അവിടുത്തെ കൊയറിൽ എന്നെ പാടാൻ വേണ്ടി ക്ഷണിച്ചു. ശക്തമായ കൊയറാണ്, ശക്തമായി. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ഒരു സാറാണ് ആ കൊയർ ലീഡ് ചെയ്യുന്നത്. ശക്തമായ അദ്ദേഹം പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യും. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയി ഒരു പാട്ട് പാടും, പോയി അവിടെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ആരാധിക്കും. കാരണം ആ കൊയറിൽ ഓൾറെഡി ഫുള്ളായിട്ട് ആളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൊയറിൽ ഒരു പ്രശ്നം വന്ന അവിടുത്തെ ടീം ലീഡർ അദ്ദേഹം ആ മിനിസ്ട്രിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ആ ലവോർമി ക്രൂസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വിസം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അലക്സ് കൊയർ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഒരു വാക്ക് പറയാൻ അറിയില്ല, പാടാൻ അറിയാം, എത്ര പേരുന്നാലും ഞാൻ പാടും. അതെനിക്കൊരു പേടി, പണ്ട് പേടിയില്ല, ഇപ്പോഴും പേടിയില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് പരസ്യമായി പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സഹായിക്കും. സത്യമായിട്ടും എനിക്കൊരു വാക്ക് ഞാൻ എങ്ങനെ ലീഡ് ചെയ്യും? കാരണം ശക്തനായ ദൈവദാസൻ ലീഡ് ചെയ്ത ഒരു സ്ഥലത്താണ്. വളരെ ശക്തമായി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ശക്തമായിട്ട് ലീഡ് ചെയ്യും. അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം ജനത്തിന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൽ കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഒരു വാക്കും പറയാൻ അറിയില്ല, ഞാൻ എന്ത് പറയും? ഓരോ പാട്ടടിക്കാൻ ഇൻട്രൊഡക്ഷൻ പറയണം, ലാസ്റ്റ് ശക്തമായി ആരാധന നടക്കുമ്പോൾ ജനത്തെ ആ ആരാധനയ്ക്ക് ഒരുക്കണം. ഞാൻ എൻ്റെ ദൈവത്തോട് കരയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ നാവിനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ക്രമേണ ആ കൊയറിന്റെ ലീഡർഷിപ്പിലേക്ക് ഞാൻ ആ കൊയർ 13 വർഷം ഞാനാണ് ആ കൊയറിൽ ടീം ലീഡർ ആയിരുന്നത്. ഇന്ത്യക്ക് പുറത്തും ബംഗ്ലാദേശും ഭൂട്ടാനിലും നേപ്പാളിലും കടന്നുപോയി പലവിധ ഭാഷകൾ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അന്ന് ഞങ്ങൾ 3 പേരാണ് പാടുന്നത്. എൻ്റെ കൂടെയുള്ള, ഞാൻ നേരത്തെ പറയാൻ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ജോസഫ് സഹോദരൻ, മറ്റൊരു ജോയി, ഞങ്ങൾ 3 പേരാണ് പാടുന്നത്. ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോയി പാടുമ്പോൾ അവിടുത്തെ ഭാഷക്കാർ വന്ന് ഞങ്ങളോട് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് ഈ ഭാഷ അറിയാമോ? നിങ്ങൾ എങ്ങനെ ഇത്ര മനോഹരമായി, ഞങ്ങൾക്ക് പോലും പാടാൻ കഴിയാത്ത ഉച്ചാരണ ശുദ്ധിയിൽ നിങ്ങൾ എങ്ങനെ ഈ ഭാഷയിൽ പാടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റ കാര്യമായി പറയാറുള്ളൂ, ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നിമിത്തം, അങ്ങനെ ഒരു കൃപ ദൈവം തന്നത് നിമിത്തം ജമ്മു കാശ്മീരിൽ അവിടുത്തെ സെനറ്റ് ഹാളിൽ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ധാരാളം രാജ്യത്ത് വന്ന ഒരു വലിയ ദൈവദാസന്മാർ കൂടുന്ന വലിയൊരു കോൺഫറൻസിൽ അന്ന് അവിടെ പാടേണ്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദൈവദാസന കുടുംബവുമാണ്. അതിനകത്തിന് പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. അദ്ദേഹം ശക്തനായ ഒരു പാട്ടുകാരനാണ്. അവരാണ് പാടേണ്ടത്. അദ്ദേഹം ഫിലിം ഫീൽഡിലേക്ക് പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ രക്ഷിക്കപ്പെട്ട് അദ്ദേഹം പിന്നെ ക്രിസ്ത്യൻ ഫീൽഡിലേക്ക് വന്നു. അവരാണ് പാടേണ്ടത്. പക്ഷെ എന്തോ കാരണം അവർക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ ലവോർമി ക്രൂസിന്റെ ടീമിനെയാണ്, ഒരു കൊച്ചു ടീമാണ് ഞങ്ങളുടെ ടീമിനെ ആ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. ഞങ്ങളോട് പോയി അന്ന് ആ കോൺഫറൻസ് 4 ദിവസവും വളരെ ശക്തമായി പാടി വലിയൊരു ദൈവമഹത്വമാക്കി ആ സെമിനാർ വെളിപ്പെടാൻ ഇടയാകും. ഞങ്ങൾക്കന്ന് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ ഞങ്ങളോട് മിഷണറി ലീഡർ അദ്ദേഹം വന്ന് കൊയർ ലീഡ് ചെയ്തു. ഞങ്ങൾ പോയ പാട്ടെല്ലാം പാടി. അങ്ങനെ ഈ പാട്ടിലൂടെ തന്നെ പലയിടങ്ങൾ കടന്നു പോകുവാനും, ഞങ്ങൾ പാടുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഇളകുന്നത് കാണുവാൻ, രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ശുശ്രൂഷ ഞാൻ തുടർന്നു വന്നു. ദൈവം എന്നെ പിടിപിടിയായി എന്നെ ദൈവം ഉയർത്തി. 2003 എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിന് മുമ്പ് ഞാൻ നടന്നൊരു കാര്യം കൂടെ പറയാം. ലവോർമി ക്രൂസിൽ 20 ദിവസം ഉപവാസ പ്രാർത്ഥന പല പ്രാവശ്യം നടക്കുമായിരുന്നു. ഞാൻ 3 നേരം കൃത്യമായ ആഹാരം കിട്ടിയില്ല വഴക്കുണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഇവർ ശക്തമായി ഉപവസിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം. അങ്ങനെ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. കാരണം ഈ ഉപവസിക്കുന്നതെല്ലാം കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉപവസിക്കണമെന്ന്. അപ്പൊ എല്ലാവരും നേരത്തെ സീനിയർ ആൾക്കാരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കണം, എന്നിട്ട് ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ ആദ്യം ഞാൻ എഴുതി ചേർത്ത പ്രാർത്ഥന വിഷയം ഇതാണ്: കർത്താവേ,
എൻ്റെ നാവിനെ, എൻ്റെ വാക്കിനെ രൂപാന്തരപ്പെടുത്തി തരണമേ. കാരണം എൻ്റെ 20-ാമത്തെ വയസ്സ് വരെയും എൻ്റെ നാവ് എല്ലാവരും മുറിവേൽപ്പിക്കുന്ന നാവായിരുന്നു, എല്ലാവരും വേദനിപ്പിക്കുന്ന നാവായിരുന്നു. എൻ്റെ വാക്കുകൾ അനേകർക്ക് ഇടർച്ചയും അനേകർക്ക് വലിയൊരു ഭാരവുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബന്ധുക്കളോ എൻ്റെ സഭയിലെ മുതിർന്ന ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയില്ല. അങ്ങനെ ആയിരുന്നു എൻ്റെ വാക്കുകളെല്ലാം. ഞാൻ പലവട്ടം ഇരുന്ന് സുബോധിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ നാവിനെ മാറ്റി, എൻ്റെ വാക്കിനെ മാറ്റി പ്രാർത്ഥിക്കുവാനും പാടുവാനും വചനത്തെ പ്രബോധിപ്പിക്കുവാനൊക്കെ ദൈവം എൻ്റെ നാവിനെ മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ 2003 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര സംശയം, എങ്ങനെയാണ് ഇവൻ കുടുംബത്തെ പോറ്റുന്നത്? എൻ്റെ പപ്പയുടെ അമ്മയുടെ ആഗ്രഹം ഞാൻ മദ്യപാനെല്ലാം മാറി നല്ല കുട്ടിയായി നല്ല നടപ്പില് ഒരു ജോലിയൊക്കെ വാങ്ങി അങ്ങനെ പോകുന്നതായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ചിന്ത. പക്ഷെ ഞാൻ മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ എല്ലാം താളം തെറ്റുവാൻ തുടങ്ങി. എൻ്റെ വിവാഹത്തിന്റെ ആലോചന വന്ന സമയത്ത് എന്നോട് എൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ ചോദിച്ചു, നീ എങ്ങനെ കുടുംബം പോറ്റും? നീ കാടാറ് മാസം വീടാറ് മാസമാണ് എന്ന് വെച്ചാൽ മിക്കവാറും ഞാൻ വടക്കിൻ്റെയിലായിരിക്കും. വല്ല മാസത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും വന്ന് എൻ്റെ വീട്ടിൽ തല കാണിക്കുന്നതല്ലാതെ മിക്കവാറും മിനിസ്ട്രിയുമായി ചേർന്നുള്ള യാത്രയിലൊക്കെ ആയിരിക്കും ഞാൻ. എന്നാൽ എൻ്റെ വിവാഹത്തിന്റെ ആലോചന വന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ അമ്മ പറഞ്ഞു, സുവിശേഷ വേലക്കാരൻ ഞാൻ എൻ്റെ ഇളയ മോളെ കല്യാണം കഴിച്ചു. 6 മക്കളാണ്, 6ാമത്തതാണ് എൻ്റെ വൈഫ്. അങ്ങനെ സഹോദരങ്ങളെല്ലാം പറഞ്ഞു അവളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എന്നാൽ എൻ്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞു, ഇല്ല, ഒരു സുവിശേഷ വേലക്കാരനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കണം. ഇന്നേക്ക് ഒരു 40-50 വർഷത്തിന് മുൻപ് ഒരു CSC സഭയിൽ നിന്ന് കുറേ സഹോദരങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ വന്ന് പെന്തക്കോസ്ത് ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അവിടെ ദൈവാസന്മാരെല്ലാം വന്ന് സ്നാനത്തെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വൈഫിന്റെ അമ്മ സ്നാനത്തിനായി തീരുമാനിച്ചു. എൻ്റെ അമ്മ അവിടെ സ്ഥാനപ്പെട്ടു, വൈഫിന്റെ അമ്മ അവിടെ സ്ഥാനപ്പെട്ടു. അവരോടൊപ്പം ചില സഹോദരിമാർ, ചില അമ്മമാരെ കൂടെ സ്ഥാനപ്പെട്ടു. ഈ സ്ഥാനത്തിന്റെ കാര്യം കേട്ടപ്പോൾ CSFയിൽ നിന്ന് ആ സ്വതന്ത്ര കൂട്ടായ്മയിൽ ആരാധിക്കാൻ പോയ പലരും പിന്നെ പോകാതെ. പക്ഷെ എൻ്റെ വൈഫിന്റെ അമ്മ കർശനമായി നിർബന്ധമായി ആരാധനയിൽ പോയി പങ്കെടുക്കും. എൻ്റെ വൈഫിന്റെ പിതാവ് കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആരാധനയ്ക്ക് പോകുന്നത്, സഭയിൽ ആരാധനയ്ക്ക് പോകാൻ, മറ്റുള്ള ആരാധനയ്ക്ക് പോകുന്നത് വളരെ കർശനമായി വിലക്കിയിരുന്നു. പക്ഷേ എൻ്റെ വൈഫിന്റെ അമ്മ വളരെ തന്ത്രപൂർവ്വം മറ്റേ ചന്തയിലോ മാർക്കറ്റിലോ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ആരാധനയ്ക്ക് പോയി പങ്കെടുക്കും. അത്ര തീക്ഷ്ണതയോടെ കർത്താവിന്റെ വിശ്വാസം നിന്ന് ആ മാതാവിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അങ്ങനെ എൻ്റെ വിവാഹങ്ങൾ നടന്നു. പക്ഷേ ആ വിവാഹം നടക്കുമ്പോൾ എൻ്റെ സാമ്പത്തികമോ എൻ്റെ മാസ വരുമാനം ഒന്നും അവർ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെയാണ് വിവാഹാലോചന എങ്ങനെ നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമായിരുന്നു. ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാനായിരിക്കും അന്ന് 94 മുതൽ 2000 വരെ ഞാൻ ഏകദേശം 15,000 രൂപ ശമ്പളം, എല്ലാ ചെലവും പോയിട്ട് എൻ്റെ അടിച്ചുകൂടി എല്ലാം കഴിഞ്ഞിട്ട് 15,000 രൂപ എനിക്ക് എൻ്റെ കയ്യിൽ മിച്ചം വരുമായിരുന്നു. പക്ഷെ ഞാൻ ഈ മിനിസ്ട്രിയുമായി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവായിരുന്നു. പക്ഷേ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വസ്ഥതയും സമാധാനം ഉണ്ടായി. ദൈവം എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2003 വിവാഹം കഴിഞ്ഞു. പക്ഷേ 7 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 7 വർഷം ആ തീച്ചുളയിലൂടെ ദൈവം ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയി. ഒരുപാട് വേദനകൾ. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കേട്ടതിനേക്കാൾ അപ്പുറമായി എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സുവിശേഷ വേലക്കാരൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ബന്ധുക്കൾ, അവർ നോർമലായി സംസാരിക്കുന്നതാണ്. പക്ഷേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വേദനയായി മാറും. അങ്ങനെ 7 വർഷം ഞങ്ങൾ ആ തീച്ചുളിലൂടെ കടന്നുപോയി. പല വലിയ വലിയ കൺവെൻഷനെ കടന്നുപോയി, ആയിരങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിന് പോയി, ശക്തമായ കൊയറൊക്കെ ലീഡ് ചെയ്ത് ആ ആത്മീയ സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, കണ്ണ് കരഞ്ഞ് പട്ടിണി കിടന്നതുപോലെ എൻ്റെ ഭാര്യ ആഹാരം കഴിക്കാതെ കരഞ്ഞ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ അവളോട് കൂടി ഇരിക്കും. ഞാൻ വഹിച്ചുകൊണ്ടുന്നത് ആ ആത്മീയ സന്തോഷം എല്ലാം ചോർന്നു പോകും. പിന്നെ മണിക്കൂറുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. പല രാത്രിയിലും ഞങ്ങൾ ഉറങ്ങുന്നത് 4 മണി 5 മണിയാണ്. തൊട്ടപ്പുറത്ത് റൂമിൽ കിടക്കുന്ന പപ്പയോ അമ്മയോ ഒന്നും അറിയാറില്ല. ഞങ്ങളുടെ മുറിയിൽ തന്നെ ഇരുന്ന് കണ്ണതിലൂടെ പ്രാർത്ഥിച്ച് ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കി. അപ്പൊ ഞങ്ങൾ കൂടുതൽ ദിവസം പറഞ്ഞു, അലക്സേ, നീ ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മക്കളില്ലാത്ത കാര്യത്തിന്? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഞങ്ങൾ വിശ്വാസം ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് പ്രാർത്ഥിക്കണം, പക്ഷേ ഈ രക്തത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യമായ പരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അവർ നിർബന്ധ പ്രകാരം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന മെയിൻ ഡോക്ടർമാരെല്ലാം പോയി കണ്ടു. ആയുർവേദം ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു. പക്ഷെ അവിടെ എല്ലാം
ഞങ്ങളുടെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. അവസരങ്ങൾ പറഞ്ഞു അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോയാൽ ഇത് ട്രീറ്റ്മെന്റ് സക്സസ് ആണെന്ന് പറഞ്ഞു ഞാനൊരു ഭാര്യയുമായി തിരുവനന്തപുരത്ത് നിന്ന് വെളുപ്പിന് അതിരാവിലെ 4 മണിക്കുള്ള ബസ്സിന് ഇവിടെ തിരിക്കും. ഞങ്ങൾ അവിടെ എത്തും. രാവിലെയുള്ള കൺസൾട്ടിങ് ആയതുകൊണ്ട് OP ടിക്കറ്റ് ഇല്ല, നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. OP ടിക്കറ്റ് ഇല്ല, നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്ത് അവരെ ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 12 മണി 1 മണിയൊക്കെയാണ്. ആ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ എനിക്ക് മക്കളില്ലാത്ത കാര്യം പറഞ്ഞ് ഒരു ചോദ്യമോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കണ്ടോ, അതിനുള്ള കയ്യിൽ പൈസ ഉണ്ടോ, അങ്ങനെ ഒന്നും വീട്ടിൽ നിന്ന് ഒരു സംസാരം പോസിറ്റീവായിട്ട് ഉണ്ടാകാറില്ല. അതെല്ലാം ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഞങ്ങൾ വിവാഹം കഴിയുമ്പോൾ വൈഫിൻ്റെ കയ്യിൽ കുറച്ച് ആഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പണയം വെച്ചൊക്കെയാണ് ഞങ്ങൾ എന്നാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പൈസ കണ്ടെത്തിയിരുന്നത്. ആരോടും ചോദിക്കാറില്ല. ഞങ്ങൾ ബന്ധുക്കൾ, എൻ്റെ വീട്ടുകാരും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ, എൻ്റെ സൈഡിൽ നിന്ന് ആരും അങ്ങനെ ചോദിക്കാറില്ല. അത് ഒരു ഭാഗത്തൊരു വേദനയായിരുന്നു. പക്ഷെ 7 വർഷം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ മക്കളില്ലാത്ത ദമ്പതികൾ ട്രീറ്റ്മെൻറ്റ് പോകുന്നവർക്കറിയാം, മാനസികമായി ഒരുപാട് വേദനകളാവുന്ന അനുഭവത്തിലൂടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കടന്നു പോകേണ്ടി വരും. അപ്പം ഞാൻ നിരാശപ്പെട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ദിവസം രാത്രി പറഞ്ഞു, നമുക്ക് ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ഡോക്ടറെ കാണാൻ പോകണ്ട, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് മക്കളെ തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് ഈ ദൈവത്തെ തന്നെ സേവിക്കാമെന്ന് ഞാനും അവളും ഒരുപാട് കരഞ്ഞ് കൈകോർത്ത് പിടിച്ച് ഞങ്ങളെ ബെഡ്റൂമിൽ ദൈവത്തിന് തീരുമാനമെടുത്തു. ഞങ്ങൾ ഇനി നിരാശപ്പെടുകയില്ല, ദൈവം മക്കളെ തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിന് വേല ചെയ്യും. അങ്ങനെ പിറ്റേ ആഴ്ച ലവാർമി ക്രൂസേൻ്റെ പ്രയർ സെല്ലുണ്ട് പലയിടങ്ങളിൽ, പല വീടുകളിൽ. ഞങ്ങൾ പല പ്രയർ സെൽ നടത്താൻ വേണ്ടി എന്നെയും അയക്കാറുണ്ട് ഞങ്ങൾ ടീം ഓഫീസിൽ നിന്ന്. അങ്ങനെ ഞാനൊരു വൈഫുമായി അരുവിക്കര എന്ന സ്ഥലത്ത് ഞങ്ങളൊരു പ്രയർ സെൽ നടത്താൻ വേണ്ടി പോകുമ്പോൾ ആ ദേശത്ത് കുറെ ദേവദാസന്മാർ വീടുകളിൽ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്ത് ബൈബിൾ കൊടുക്കുന്ന ഒരു ടീം ആ ദേശത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടിൽ സഹോദരി പറഞ്ഞു, ബ്രദർ ഇങ്ങനെ കുറച്ച് ദേവദാസന്മാർ വന്നിട്ടുണ്ട്, അവരോട് ഇന്നത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മെസ്സേജ് തയ്യാറാക്കിയാണ് പോയത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, ശരി ഞാൻ ആരാണ് ലീഡ് ചെയ്യാം, അല്ല ദൈവാസന്മാർ ആരെങ്കിലും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ആരാണ് ലീഡ് ചെയ്തു. അവിടെ കൂടെ വന്ന ദൈവാസൻ ഒരാൾ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗം തുടങ്ങി ഏകദേശം പകുതി ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം മെസ്സേജ് നിർത്തിയിട്ടൊരു കാര്യം പറഞ്ഞു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, വൈദ്യനിലും വൈദ്യശാസ്ത്രത്തിലും മരുന്നിലും ആശ്രയിച്ചിട്ട് വളരെ നിരാശപ്പെട്ട് ഇനി ഞങ്ങൾ മരുന്നിൽ ആശ്രയിക്കുകയില്ല, ഡോക്ടർമാർ ആശ്രയിക്കുകയില്ല, ദൈവം പ്രവർത്തിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്തൊരു കുടുംബത്തെ ദൈവം കാണിക്കുന്നു, ആ കുടുംബത്തിലൂടെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവാസന്റെ വലസയിൽ ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ ഭാര്യ അവിടെ സഹോദരിമാരോട് കൂടെ ഇരിക്കുകയാണ്. അവിടെ പ്രായമുള്ള അമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ വിഷയത്തിൽ കടന്നു പോകുന്ന, അവരോട് പോയി പറയാൻ പറഞ്ഞു, ദൈവം അവർക്ക് പ്രവർത്തിക്കാൻ പോവുകയാണ്. പക്ഷേ കൂട്ടായ്മ കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയുമായി ആ ദൈവദാസന്റെ അടുക്കലേക്ക് കടന്നുപോയി. നമ്മൾ ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞ കുടുംബം ഞങ്ങളാണ് ദൈവസഭ തീരുമാനമെടുത്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഇവിടെ ഏത് ഹൃദയത്തിൽ ഞരക്കങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പാട്ടുകാരൻ പാടുന്നത് എങ്ങനെയാണ്, ഇത്ര നല്ലവനാം പ്രിയനെ ഇന്ധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കിന്ന് താൻ മതിയാണ്. അതൊക്കെ പാടുമ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിന്റെ സ്തോത്രം പറയാണ്ട്. ഇത്ര നല്ലവനാം പ്രിയനെ ഇധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. അന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹം ഞങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം എൻ്റെ ഭാര്യ പ്രഗ്നന്റായി. പ്രൈസ് ദി ലോർഡ്. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, മനുഷ്യന് കഴിയാത്തത്, അധികാരികൾ കഴിയാത്തത് ചെയ്യുവാൻ ഒരുക്കമുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം കൈമാറാം. നിങ്ങളുടെ പോലെ എത്ര അടഞ്ഞ വഴി ചിന്തിച്ചാലും, എത്ര അസാധ്യമെന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും, നിങ്ങൾ ഒരുമിച്ച് ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് വിഷയം നടുവിൽ ഇറങ്ങിയിരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ എന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ദൈവ കുഞ്ഞിനെ തന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്തോത്രം. അതിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്ന് ഞാൻ അതെല്ലാം
വിടുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതുകൊണ്ട്, അവൻ ജനിച്ച നാൾ മുതൽ അവൻ എല്ലാ മാസവും പനി വരും. ഇമ്മ്യൂണിറ്റി പവർ അവന് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്ന ആൾക്കാർക്ക് പറയാം, അങ്ങനെ എല്ലാ മാസവും പനി വന്നുകൂടാ, എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പനി വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ അവർ സാധാരണമായി പറയുന്നത്. ഞങ്ങൾക്കത് ഭയമായി. ഞങ്ങൾ എല്ലാ മാസവും കാണിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT-യിലെ ഒരു മെയിൻ ഡോക്ടറുണ്ട്. അദ്ദേഹത്തെ ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ കാണിക്കുമ്പോൾ ഒരു ദിവസം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൻ്റെ ഹാർട്ടില് ദ്വാരമുണ്ട്, ഹോൾ വീണിട്ടുണ്ട്, ഡൗട്ടുണ്ട്, നിങ്ങൾ മോനെ കൊണ്ട് ആശുപത്രിയിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ വേദനയിലായി. ഓൾറെഡി എല്ലാ മാസവും പനി വരും, ഒരു ബുദ്ധിമുട്ടാണ്. അവന് സാധാരണ മരുന്ന് കൊടുത്താൽ കുറയുകയില്ല, ആന്റിബയോട്ടിക് കൊടുത്താലേ പനി കുറയും. അങ്ങനൊരു പ്രയാസത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേട്ടു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന തലേ ദിവസം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ദേവദാസന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവരുടെ ചർച്ചിൽ പോയിരുന്ന് ഞങ്ങൾ ഉപവാസത്തോടെ ആ കുടുംബവും ഞങ്ങളുമായി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവം തന്ന തലമുറയാണ്. കർത്താവെ, അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ അധികം വേദന തരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലെ മോനെ കൂടി കൊണ്ടുപോയി. ഏത് ഡോക്ടറാണോ ഹാർട്ടിൽ ദ്വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഡോക്ടർ, അതേ ഡോക്ടർ എല്ലാ പരിശോധന ഫലവും കണ്ടിട്ട് ECG എടുത്തു, ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. അതേ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെയും അത്ഭുതകരമായി അവനെ കാത്തു. ഇപ്പം മിക്കവാറും എല്ലാ വർഷത്തിൽ 2-3 പ്രാവശ്യം ഞാൻ നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകും. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ ഒരു മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ വൈഫുമായി ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒരു മിഷൻ ട്രിപ്പായിരുന്നു. ഞങ്ങളവിടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോനെ കിട്ടിയപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഞങ്ങൾ അതിനുശേഷം ഇതുവരെ നോർത്ത് ഇന്ത്യ പോയിട്ടില്ല, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മോന്റെ ഈ അവസ്ഥ കൊണ്ട് ഞാൻ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറാറുണ്ട്. കാരണം അവന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. പക്ഷെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ആന്ധ്രയിൽ പോകേണ്ട തീരുമാനമെടുത്തു. എൻ്റെ വൈഫ് വല്ലാതെ എന്നോട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ദേഷ്യപ്പെട്ടിട്ടില്ല, അവൾക്കൂടെ പറഞ്ഞ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ മനസ്സോടെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് അവിടുന്ന് റോഡ് മാർഗമാണ്, വണ്ടിയിലാണ് പിന്നെ അങ്ങോട്ട് ആന്ധ്രയിലോട്ട് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് എത്തി. അവിടുന്ന് വണ്ടിയിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ എല്ലാം എൻ്റെ മോൻ ആക്റ്റീവായിട്ടുണ്ട്, വളരെ സന്തോഷത്തോടെ അവനായിരിക്കുന്നു. അവിടെ ചെന്നു, ഞങ്ങൾ ആന്ധ്രയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ ജലദോഷവും പനിയും സർവ്വസാധാരണമായിരിക്കുന്ന പോലെ അവിടെ ടൈഫോയിഡും മലേറിയയും സർവ്വസാധാരണമാണ്. എല്ലാവർക്കും വരും. ഒരുപാട് പേര് മരിച്ചു പോകും, ഒരുപാട് പേര് അവരുടെ ജീവനിൽ ഭാഗ്യമുണ്ട് തിരികെ വരും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആദിവാസികൾ മാത്രം പാർക്കുന്ന ഒരു കുന്നുപ്രദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നല്ല വെള്ളം അവിടെ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചാക്കില് പാക്കറ്റിലുള്ള വെള്ളമാണ്, പ്ലാസ്റ്റിക് കവറിൽ വരുന്ന പാക്ക് ചെയ്ത് വരുന്ന വെള്ളം. അതുമായി ഞങ്ങൾ നേരെ വണ്ടിയിൽ ആ വലിയ കുന്നൻ ചെരുവിലേക്ക് ഞങ്ങൾ സുവിശേഷമായി കടന്നുപോയി. അപ്പൊ ഇത് പാക്കറ്റ് വെള്ളമായതുകൊണ്ട് ഇത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവർ പറഞ്ഞതുകൊണ്ട് എൻ്റെ മോൻ ഇത് കാണാൻ ഭയങ്കര ഹരമാണ്. അവനങ്ങനെ ആ കവർ എടുത്ത് കടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുടിച്ചോട്ടു. വളരെ ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ തിരിച്ചു വരാൻ 2-3 ദിവസം ഉണ്ടായിരുന്നപ്പോൾ അവന് ഭയങ്കരമായ വയറിളക്കവും ഛർദിലും പനിയെല്ലാം കൂടെ വന്നു. നേരത്തെ പറഞ്ഞു പനി വന്നാൽ അവന് പാരസെറ്റമോളിന്റെ മരുന്ന് കൊടുക്കും, പിന്നെ ആന്റിബയോട്ടിക് കൊടുത്താലും പനി കുറയും. പക്ഷെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവന് പനി കുറഞ്ഞു, വളരെ അത്ഭുതകരമായിട്ട് പനി കുറഞ്ഞു. പിറ്റേ ഞങ്ങൾ അവിടുന്ന് റോഡ് മാർഗം തിരിച്ച് കേരളത്തിലേക്ക് വന്നു. കോഴിക്കോട് അവിടുന്ന് ഞങ്ങൾ ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്തി. വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ അവന് പനി വന്നിട്ട് കുറയാത്ത കണ്ടീഷനായി. എത്ര മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല. പല ഡോക്ടർമാരെ മാറ്റി ഞങ്ങൾ കാണിച്ചു. അവസാനം ഒരു ഞായറാഴ്ച ഞാൻ ആരാധനയിൽ പോയി ദൈവനെ ശുശ്രൂഷിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ഭയങ്കര ടെൻഷനായി. ഭയങ്കരമായി പനി, ഇടയ്ക്കിടയ്ക്ക് ദേഹം വിറയ്ക്കും. അവൾ പറഞ്ഞ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിച്ചേ പറ്റും, ഇങ്ങനെ വച്ചോണ്ടിരുന്ന പറ്റില്ല. പക്ഷെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് കരമോർത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മോനെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഇടയാകരുതേ, പോയി ഒരു പ്രശ്നമില്ലാതെ മടങ്ങി വരാൻ ഇടയാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പോയത്. പക്ഷെ ആ ആശുപത്രിയിൽ എത്തി അവരെ നോക്കി 106 ഡിഗ്രി പനിയുണ്ട്. ഇഞ്ചക്ഷൻ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഒബ്സർവേഷനിൽ വെക്കണം. എന്നിട്ട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് ദേഹം മൊത്തം തുടയ്ക്കണം, കൈയുടെ അടിച്ചട തുടച്ചു കൊടുക്കണം. 4 മണിക്കൂർ ആണെന്ന് തോന്നുന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും പനി നോക്കും, 106 ഡിഗ്രി പനി. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഇവനെ അഡ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ അവനെ ഐസൊലേഷൻ അഡ്മിറ്റ് ചെയ്തു. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. ബ്ലഡ് എല്ലാം എടുത്ത് പല ടെസ്റ്റിനായി തന്നു.
അവസാനത്തെ ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്ന് തിരുവനന്തപുരത്ത്. അവര് അന്ന് നമ്മുടെ നാട്ടിലൊക്കെ എലിപ്പനി ഡെങ്കിപ്പനിക്ക് ഒരുപാട് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചത് എലിപ്പനി ഡെങ്കിപ്പനി എന്താണോ? അപ്പൊ അതൊന്നും അല്ല. പക്ഷെ എന്തൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു പോയി ലാബിലെ ആൾക്കാർ ചോദിച്ചു എന്താണ് രോഗമെന്ന് ചോദിച്ചു. അവർ ടൈഫോയിഡ് ആണ്. അപ്പൊ ഞാനെന്റെ ഈ റിസൾട്ട് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞാൻ എൻ്റെ ബൈക്കിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഞാൻ സ്വോത്രം പറഞ്ഞു, കർത്താവേ എലിപ്പനി ഡെങ്കിപ്പനി ഒന്നല്ലല്ലോ എന്ന് സ്വോത്രം പറഞ്ഞ് വരികയാണ്. ഞാൻ റിസൾട്ട് കൊണ്ട് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. വൈഫ് ഡോക്ടർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഡോക്ടർമാര് അന്നൊരുള്ള പരിശോധന ഫലവും ഈ റിസൾട്ടും കൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ടൈഫോയിഡ് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം രോഗമാണ് ബാധിച്ചു. ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞു, കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞു, ശ്വാസകോശത്തെ ബാധിച്ച് കരളിനെ ബാധിച്ചു കഴിഞ്ഞു. എല്ലായിടങ്ങളും അണുബാധ ഉണ്ടായിട്ടുണ്ട്. ചെറുകുടലും വൻകുടലും ദൂരം വീഴാൻ സാധ്യതയുണ്ട്. ഇത് കുറിച്ചില്ല. അതാണ് അടുത്ത് വരുന്ന കാര്യം. അത് വയറ്റിനകത്തൊരു സർജറി ചെയ്യേണ്ടി വരാൻ സ്കാൻ ചെയ്യണമെന്ന്. അപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾ സ്കാൻ സ്ഥലത്തേക്ക് പോയി. പ്രാർത്ഥനയോടെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. മോനെ എടുത്തുകൊണ്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുടലിൽ ദൂരമൊന്നും വീണിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ദൈവത്തിന് സ്വോത്രം പറഞ്ഞു, കർത്താവേ വളരെ സുഖമായി വീട്ടിൽ പോകാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് സ്വോത്രത്തോടെ അവനെ വൈഫ് കൊണ്ട് ഐസിയുലേക്ക് പോയി. ഞാൻ പുറത്ത് ഉണ്ട്. പക്ഷെ ഓരോ ദിവസവും അവൻ്റെ നില വഷളായി കൊണ്ടേയിരുന്നു. ഒരു ദിവസം അങ്ങനെ വന്നു, വല്ലാതെ പരസ്പരം ബന്ധമില്ലാതെ അവൻ കിടന്ന് വിളിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഡോക്ടർമാർക്ക് സംശയം അവൻ്റെ ബ്രെയിനിനെ ഈ രോഗമാണ് ബാധിച്ചോ എന്ന് സംശയം. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു, നട്ടലിന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് നോക്കണം, നട്ടലിന് അവൻ്റെ തലച്ചോറിനെ ബാധിച്ചോ എന്ന് അറിയാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അങ്ങനെ വരില്ലടി, നമ്മൾ 7 വർഷം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് നമ്മുടെ മോന് വേണ്ടി. അവനെ ഇനിയും വേദനിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ആ ദിവസം കടന്നുപോയപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ പിറ്റേ ദിവസം ഒരു നീണ്ട ലിസ്റ്റ് ഡോക്ടർ അവരുടെ കയ്യിൽ എഴുതി കൊടുത്തു. ആ ലിസ്റ്റുമായി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി. ആ സാധനങ്ങളെല്ലാം അവർ പാക്ക് ചെയ്ത് തന്നു. ഞാൻ തിരിച്ച് എൻ്റെ മനസ്സിൽ സംശയം തോന്നി. തിരിച്ച് അവരോട് പോയി ചോദിച്ചത് എന്തിനുള്ളതാണ് ഈ മരുന്ന്, ഈ സാധനങ്ങളെല്ലാം? അപ്പോൾ പറഞ്ഞു, അത് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. വേദനയോടെ കണ്ണീരോടെ ഞാൻ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ അതുകൊണ്ട് കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു 3 ചെറിയ കുപ്പിയിൽ എൻ്റെ ഫ്ലൂയിഡ് എൻ്റെ കയ്യിൽ തന്നു. അതുകൊണ്ട് ലാബിൽ കൊടുത്തു. ചില മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടി. അവൻ്റെ ബ്രെയിനെയും ആ രോഗമാണ് ബാധിച്ചു കഴിഞ്ഞു. 8 മണി കഴിഞ്ഞാൽ ആ ആശുപത്രി പരിസരമെല്ലാം നിശബ്ദമാണ്. ആൾക്കാരെല്ലാം ഒഴി. പക്ഷെ രണ്ടാമത്തെ നിലയാണ് അവനെ കിടത്തിയിരിക്കുന്നത്. ഞാൻ താഴെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ മോളിൽ 8 മണി കഴിയുമ്പോൾ അവൻ ആ ഐശ്വര്യത്ത് കിടന്ന് വിളിക്കുന്ന വിളി താഴെ നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കാം. ഭയങ്കരമായ പ്രയാസത്തിലൂടെ ആ ദിവസം കടന്നു. ഒരു പ്രാന്തന പോലെ രാത്രിയാവും, ഭയമാണ്. എന്ത് സംഭവിക്കും, മരിച്ചു പോകും, ജീവനോട് കിട്ടുമോ? ഡോക്ടർമാർ പലതും ഞങ്ങളെ പറഞ്ഞു. അവൻ്റെ അടുത്ത് കിടക്കുന്ന 5 കുഞ്ഞുങ്ങൾ അടുത്ത സമയങ്ങളിൽ മരിച്ചു. രാത്രിയാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില ദിവസം ഒറ്റയ്ക്ക്, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ദൈവമൊക്കെ എന്നോട് കൂടെ കാണും. രാത്രിയാകുമ്പോൾ ഭയമാണ്. ഞാനിങ്ങനെ ഒരു പ്രാന്തന പോലെ ആശുപത്രിക്ക് ആ ക്യാമ്പസ് കൂടെ നടക്കും. കാഷ്വാലിറ്റി ഇപ്പോൾ അവിടെ അപകടത്തിൽ വരുന്നവരെ, മെഡിക്കൽ കോളേജാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. കാഷ്വാലിറ്റി വരുന്ന ആൾക്കാരെ അവരൊക്കെ ഞാൻ സഹായിക്കും. ലാബ് എവിടെയാണ്, എവിടെ റിസൾട്ട്, എവിടെ എക്സ്റേ എല്ലാം പറഞ്ഞു കൊടുത്ത് കുറേ കഴിഞ്ഞ് എനിക്ക് ബോധം വരും എൻ്റെ മോൻ അവിടെ ഐസിയുവിൽ കിടക്കുകയാണ്. പിന്നെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഒരു 17 ദിവസങ്ങൾ ഒരു പ്രാന്തന പോലെ ഞാൻ ആശുപത്രിയിൽ അലഞ്ഞു തിരിയുമായിരുന്നു. കാരണം പ്രാർത്ഥിക്കാൻ ഭയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത നിമിഷം ഐസിയുവിനകത്ത് നിന്ന് കേൾക്കുന്ന വരുന്ന ഫോൺ കോളിൽ എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നുള്ള വാർത്തയാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ദിവസം അവിടുത്തെ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മോൻ്റെ നില ക്രിട്ടിക്കലാണ്, എന്തും സംഭവിക്കാം. അനേക ദൈവമക്കൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ, വിദേശ രാജ്യങ്ങളിൽ അവനെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേർ ഉപവസിച്ച് ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, അവനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം അവനെ അത്ഭുതകരമായി സൗഖ്യമാണ്. അവസ്ഥ ഇതായിരുന്നു, അവന്റെ ശരീരം മരുന്നിനോട് പ്രതികരിക്കാതെ ആയിരുന്നു. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ധാരാളം പേർ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളെ കാണാൻ വരുമ്പോൾ പൈസ തരും. ഞങ്ങളെ അറിയുന്ന എൻ്റെ ചേട്ടനോട് പഠിച്ചത് അവിടുത്തെ ഡോക്ടർ, ഒരുപാട് ഗ്രൂപ്പ് ചേർന്ന ഡോക്ടർമാരുടെ ഒരു യൂണിറ്റ് ചീഫ് ഡോക്ടർ എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ്. അവിടെ നേഴ്സുണ്ട്. ഐസിയുടെ കാര്യങ്ങൾ കൃത്യമായി പുറത്തുനിന്ന് ഞങ്ങളോട് പറഞ്ഞു തരും. പക്ഷേ ഞങ്ങൾക്കെല്ലാം കൈ കെട്ടി നോക്കി നിൽക്കേണ്ട സമയം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. മരുന്ന് വലിക്കാതെ വന്നു. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ രോഗാണ് പുറത്തെടുത്ത് ഞങ്ങൾ മരുന്ന് ചെക്ക് രോഗാണ് ചാവുന്നുണ്ട്. പക്ഷേ മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് കടത്തി വിടുമ്പോൾ അവൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ദൈവത്തോട് കരഞ്ഞു രാത്രി. ഞാൻ പറഞ്ഞ കർത്താവ്, ജീവനായാലും മരണമായാലും ഈ അവസ്ഥകളെ ഓവർകം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണം കർത്താവ്. ആ പ്രാർത്ഥന അർത്ഥം ഇതായിരുന്നു, കർത്താവെ അങ്ങനെ എൻ്റെ മോനെ തിരിച്ചെടുത്താലും എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ മാനുഷ്യമായി എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതം അത്ഭുതം, ദൈവം എൻ്റെ മോനെ സൗഖ്യമാണ്. അവിടുത്തെ സീനിയർ ഡോക്ടർമാർക്ക് പോലും അതിശയമാണ്, ഇവനെങ്ങനെ സുഖമായി. ഇവൻ സുഖമായി വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, എടീ, അവന് പനി വന്നാൽ പോലും നീ ഭയപ്പെട്ട് അവനോട് കൂടെ കയറി കിടക്കുന്നവളാണ്, നീ എങ്ങനെ ഈ 17 ദിവസം ഐസിയുനകത്ത് നിന്നും ചോദിച്ചു. അപ്പോൾ അവൾ ഐസിയുനകത്തുള്ള കാര്യം എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞു, ഓരോ ദിവസവും യൂണിറ്റ് ചീഫ് ഡോക്ടർമാർ ഐസിയുനകത്ത് വരും, ഓരോ പേഷ്യൻ്റെ അടുത്ത് പോയി ബൈസ്റ്റാൻഡറോട് സംസാരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ഈ ഡോക്ടർമാർ ആരും വരില്ല. അവർ മാറി ഇത് ചർച്ച നടത്തി എന്ത് മരുന്ന് ചെയ്യണം, എന്ത് ചെയ്യണം. അവർക്ക് ഇതിന് ആശയക്കുഴപ്പമാണ്. അത് മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നേഴ്സുമാർ മാറ്റും. എൻ്റെ മോൻ്റെ ഡ്രസ്സ് എൻ്റെ വൈഫ് തന്നെ മാറ്റണം. എൻ്റെ ഭാര്യ ഭയങ്കരമായി നിസ്സാര കാര്യത്തിൽ ഭയങ്കരമായി തളർന്നു പോകുന്നവളാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ 17 ദിവസം എങ്ങനെ നീ ഐസിയുനകത്ത് നിന്നു? ഒരു ദിവസം ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ഇവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്, കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നു, അവൻ്റെ BP കുറഞ്ഞു വരുന്നു, വെന്റിലേറ്ററിൽ മാറ്റുകയാണെന്ന് പറഞ്ഞു. അവിടുത്തെ നേഴ്സ്, നല്ല നേഴ്സ് ഉണ്ടായിരുന്നു. നേഴ്സിന്റെ ഭാര്യയോട് ചോദിച്ചു, ഇവനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയ ശേഷം അവൻ്റെ അപ്പൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒന്ന് വിളിച്ചാൽ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവൻ്റെ ശരീരം മുഴുവനും ട്യൂബ് കണക്ട് ചെയ്ത്, മെഷീൻ കണക്ട് ചെയ്ത് പ്രാണനായി കിടക്കുന്ന മോനെ കണ്ട് ഞാൻ കണ്ടു പറഞ്ഞ് വേദനയോട് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആ ഐസിയുവിന്റെ താഴെ വന്നു. അവൻ വെന്റിലേറ്ററിന്റെ ആ ബെഡിൽ കൊണ്ട് കിടത്തിയെങ്കിലും ദൈവത്തിന്റെ മഹാകൃപ അവനെ വെന്റിലേറ്റർ കണക്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിനു മുമ്പ് ദൈവം അവനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു വചനത്തെ മറ്റൊരു വചനം കൊണ്ട് ഖണ്ഡിക്കാം, ഒരു പ്രസംഗത്തെ വേറൊരു പ്രസംഗം കൊണ്ട് ഖണ്ഡിക്കാം, പക്ഷേ എൻ്റെ അനുഭവത്തെ മറ്റാർക്കും ഖണ്ഡിക്കാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ഞാൻ പറയുന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മക്കളെല്ലാം ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു. ദൈവം ഞങ്ങൾക്കൊരു തലമുറ. അത് മാത്രമല്ല, ഞങ്ങളുടെ മോൻ ഈ ടീച്ചറോടുകൂടെ കടന്നുപോയി, ഞങ്ങൾ കടന്നുപോയി. അവിടെ എല്ലാ വഴിയും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചതാണ്. എന്നാൽ കണ്ണുനീര് കണ്ട് കരുണയുള്ള ദൈവം ഞങ്ങളുടെ മോനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളോ ക്യാൻസർ പോലെ ഏതെങ്കിലും മാരക രോഗങ്ങൾ ഭാരപ്പെടുന്നവരായിരിക്കാം, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവരായിരിക്കാം, മുമ്പോട്ട് നോക്കുമ്പോൾ ഇരുട്ട് മാത്രമായിരിക്കും കാണുന്നത്. എന്നാൽ ഇന്ന് പകൽ ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഈ ദൈവത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷ തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോനെ ദൈവം തിരിച്ചു തന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ 3 പേരുമായി കാറിൽ കയറി. സ്തോത്രം. കാറിൽ കയറുമ്പോൾ ഒരു നിമിഷം കാറിലിരുന്ന് ഞാനും എൻ്റെ ദൈവം മാത്രം കേൾക്കത്തക്കവണ്ണം, എൻ്റെ ഭാര്യ എൻ്റെ മോനും അത് കേട്ടിട്ടില്ല, ഞാൻ ഒരു തീരുമാനം എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ ഉള്ളിൽ നിഗളം വരുമ്പോൾ, ഞാൻ പിന്നിട്ട് പോയി 17 ദിവസങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവ് എന്നെ ആശുപത്രി ജീവിതം ഓർമ്മിപ്പിക്കും. ഞാൻ കൊച്ചുകുഞ്ഞിനെ പോലെ ബലമില്ലാത്തവനെ പോലെ താഴെ വീണ് ഞാൻ ദൈവത്തിന് മുമ്പിൽ കരയും. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു കാര്യം എൻ്റെ വൈഫിനോട് പറഞ്ഞു. ഇനി ഞാൻ ഇതുവരെ, അന്ന് 2014 ഈ അനുഭവം നടക്കുന്നത്. 2014 ഈ 14 വർഷവും ആരെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ എവിടേക്ക് പോയി പ്രസംഗിക്കും, ആരെങ്കിലും ക്ഷണിച്ചാൽ മാത്രം പോകുന്നുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓരോ ഞായറാഴ്ച ഓരോ ചർച്ചിൽ പോയി നമ്മുടെ മോൻ്റെ സൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ ദൈവവചനം പ്രസംഗിക്കും. ഞാൻ 2014 വരെ ഞാനൊരു പാട്ടുകാരൻ മാത്രമായിരുന്നു, ഞാൻ വർഷിപ്പ് ലീഡർ മാത്രമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടത എനിക്ക് ഗുണമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അനേകടങ്ങൾ കർത്താവിന്റെ വചനമായി നിൽക്കുവാൻ ഒരു സ്തോത്രം, ഹല്ലേലൂയ, വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാക്കി ദൈവം എന്നെ മാറ്റി. പലരും ചോദിക്കുന്നു, ഇവ പാട്ട് പാടിക്കോ നടന്നവനല്ലേ, ഇവൻ എങ്ങനെ പ്രസംഗിക്കും? അവർക്ക് ഒരു അതിശയമാണ്, ഇവൻ എങ്ങനെ പ്രസംഗിക്കുന്നു, ഇവൻ എവിടെ നിന്ന് കിട്ടി ഈ അറിവല്ല? അതിലൂടെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ നന്ദിയോട് ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയാണ് സ്തോത്രം ഇന്ന് കാണുന്ന നിലയിൽ നിങ്ങളോടൊപ്പം സാക്ഷ്യം പറയാൻ തക്കവണ്ണവും എന്നെ ദൈവം ഒതുക്കി കൊണ്ടുവന്നത്. സ്തോത്രം. കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ കഷ്ടതയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. കഷ്ടത. ഞാൻ ആ വാക്ക് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നെറ്റിയെല്ലാം ചുളിയുന്ന ഒരു വിഷയമാണ് കഷ്ടത. പക്ഷേ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം ദൈവത്തിന്റെ കണ്ണതിലൂടെ സ്തോത്രം പറയുന്നു പറഞ്ഞാൽ ആ വിഷയം പ്രസംഗി തുടങ്ങിയത്. പ്രൈസ്. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ വളരെ ഒരു 10 മിനിറ്റ് പോലും അദ്ദേഹം പ്രസംഗിച്ചില്ല. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഒരു വാക്കാണ് എന്നെ തൊട്ടത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്,
നമ്മുടെ കഷ്ടതകൾക്കായി നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയണം. വളരെ സിമ്പിളായി പറഞ്ഞു പോയെങ്കിലും എൻ്റെ ഉള്ളിൽ അത് പതിഞ്ഞു. ഞാൻ വീട്ടിൽ പോയിരുന്ന് ഞാൻ ഈ സഭയിൽ ശുശ്രൂഷ നേരത്തെ എന്നെ ക്ഷണിച്ചതാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു, നീ ഈ വിഷയം പ്രസംഗിക്കാം. ഞാൻ അങ്ങനെ ആ മെസ്സേജ് തയ്യാറാക്കി അവിടെ പോയി പ്രസംഗിച്ചു. ആ സഭയിൽ ഒരു മകൻ, നല്ല സംഗീത ശുശ്രൂഷയിലെ ആക്റ്റീവായി ഒരു മകൻ സൂയിസൈഡ് ചെയ്ത ഒരു സഭയിലാണ് ഞാൻ പോയി കഷ്ടതയെക്കുറിച്ച് പ്രസംഗിച്ചത്. എല്ലാവരും ദൈവത്തിന് കണ്ണതിലൂടെ സ്തോത്രമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളോ, നമ്മുടെ ദൈവം നമുക്ക് തന്ന വീടോ, കാറോ, ഭാര്യയോ, മക്കളോ, ഉദ്യോഗങ്ങളോ ഒന്നുമല്ല നമ്മളെ ദൈവത്തെ നമ്മൾ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവസ്ഥലം നമ്മെ പിടിച്ചു നിർത്തുന്നത്, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. കഴിഞ്ഞ 26 വർഷമായി കർത്താവിന്റെ കൃപയാൽ ഞാൻ കർത്താവിന്റെ പേരിലായിരിക്കുന്നു. 2014 മുതൽ സ്തോത്രം ഞാനൊരു സുവിശേഷ പ്രാസംഗികൻ എന്ന നിലയിലേക്ക് കർത്താവിനെ കരം പിടിച്ചു. കർത്താവിന്റെ കൃപ എനിക്കൊരു യോഗ്യതയും പറയാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളാണ് എൻ്റെ അനുഭവ പാഠം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങൾ കുടുംബമായി സന്തോഷമായിരിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ, എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഒരുപാട് കണ്ണുകളിലൂടെ പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ വിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ഞങ്ങളെ വിട്ട് കടന്നുപോയി. നീണ്ട വർഷങ്ങൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു. അതുപോലെ നീണ്ട വർഷങ്ങൾ അമ്മയുടെ മുമ്പിലൂടെ ഈ വചനം എടുത്ത് യേശു നല്ലെന്ന് പ്രസംഗിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കാര്യം കൂടെ ചേർത്ത് പറയാം. നിങ്ങൾ മനുഷ്യ മുമ്പിൽ ഒരിക്കലും കരയരുത്. എന്ത് വിഷയം വന്നാൽ മനുഷ്യ മുമ്പിൽ നിങ്ങൾ കണ്ണീരൊഴുക്കരുത്. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ പോയി കണ്ണീരൊഴുക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് മറുപടി തന്നിട്ട് ദൈവം ലോകത്തിലെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനൊരു മുടിഞ്ഞ ജന്മമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ഞാൻ ഈ വിശ്വാസം വരുന്നതിന് മുമ്പ് പറയുമ്പോൾ എത്രയോ എണ്ണം പോകുന്ന വഴിക്ക് വണ്ടി കയറി ചാവുന്നു, ഇവന് അതുമില്ല. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജന്മമായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ ഞാൻ ഈ വിശ്വാസത്തിൽ വരുമ്പോൾ സ്തോത്രം പലരും ഫോൺ വിളിക്കും. വീട്ടിൽ വിളിക്കുമ്പോൾ പറയുന്നത്, സ്തോത്രം, അലക്സിന്റെ അമ്മയല്ലേ, അലക്സിന്റെ പപ്പയല്ലേ. അങ്ങനെ ആ ഒരു നിലയിലേക്ക് ദൈവം എന്നെ മാറ്റി. തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ നേരത്തെ പോകുമ്പോൾ അവരെല്ലാം അവരുടെ മക്കളെയൊക്കെ മാറ്റിയിരുത്തുമായിരുന്നു. എന്നാൽ ഞാൻ അനുഭവത്തിൽ വന്നപ്പോൾ എൻ്റെ ബന്ധുക്കൾ ചിലപ്പോൾ കാഷ്വലായിട്ട് വിസിറ്റ് ആയിരിക്കാം. ഞാൻ അവിടെ പോയി ചിലപ്പോൾ ഞാൻ യാത്ര ഇറങ്ങുമ്പോൾ അവർ പറയും, നീ വന്നതല്ലേ, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോ. ആ നിലയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. കർത്താവിന്റെ കൃപയാൽ 26 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഒരു വിശ്വാസം കൊണ്ടുവരുവാൻ, അനേകരെ സ്നാനത്തിലേക്ക് നടത്തുവാൻ, അനേകർക്ക് വേണ്ടി ഇടയിൽ നിന്ന് കരയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഡിസംബർ ഞങ്ങൾ ബീഹാറിൽ കടന്നുപോയി. എന്നെ ഈ അരോമ ടിവിയിൽ പരിചയപ്പെടുത്തിയ പ്രിയ മലയം ബാബുരാജ് സാറ്, അദ്ദേഹത്തിന്റെ മോൻ വർക്ക് ചെയ്ത് ബീഹാറിൽ ഞങ്ങൾ ടീം മിനിസ്ട്രിയെ കടന്നുപോയി. ഞാൻ ഏത് മിനിസ്ട്രിയിലാണോ ഞാൻ അഭിഷേകം പ്രാപിച്ചത്, അതേ ഒരു മിനിസ്ട്രിയിൽ കടന്നുപോയി അവിടുത്തെ ദൈവമക്കളെ വചനം പഠിപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. 5 ദിവസം നീണ്ടു നിന്ന ഒരു ക്യാമ്പ്. പുതിയ വിശ്വാസികളുണ്ട്, നേരത്തെ ആ സഭയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ വചനം പഠിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകരിൽ നിന്ന് ഭൂതം വിട്ടുപോയി. അനേകർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് ആദ്യമായി ആ സഭയിൽ വന്നവർ പോലും ഉണ്ട്. അവർ പോലും കണ്ണീരിലൂടെ പറഞ്ഞു, ഞങ്ങൾ യേശുവിന്റെ സാക്ഷിയായി ഞങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ആലോചന, നിങ്ങൾ അവരെ ഏതെങ്കിലും സെന്ററിൽ കൂട്ടി വരുത്തി നിങ്ങളുടെ പേരിൽ ദൈവം പറഞ്ഞ കൃപകൾ അവരുടെ പേരിൽ പകരണം. അവർ ഗ്രാമങ്ങളിൽ പോയി ഒരു സുവിശേഷം അറിയിക്കട്ടെ എന്ന് ദൈവം ഞങ്ങളുടെ ആലോചനയിൽ ഞങ്ങൾ ബീഹാറിൽ കടന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവം ഞങ്ങളിവിടെ ചെയ്തെടുത്തു. കഴിഞ്ഞ മാസം ഞങ്ങൾ മധുരയിൽ പോയി. അവിടെയും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടത്തി. അനേകർ അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു മിനിസ്ട്രിയിൽ ശുശ്രൂഷ പങ്കെടുത്തിട്ടില്ല എന്ന് അവരുടെ നാവിലൂടെ സാക്ഷ്യങ്ങളെ ഞങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന മാർച്ച് മാസം ഞങ്ങൾ ബീഹാറിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവിന്റെ വേലയുമായി 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്രാമങ്ങളിലെ മീറ്റിങ്ങിന് വേണ്ടിയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഏപ്രിൽ മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ ഞങ്ങൾ കടന്നുപോയി ഒരു 6 ദിവസത്തെ ബൈബിൾ ക്ലാസ്, ദൈവദാസന്മാരെ വചനം പഠിപ്പിച്ച്
ഗ്രാമത്തിൽ നിന്ന് വിശ്വാസികളെ വചനം പഠിപ്പിച്ച് ഒരു കർത്താവിന് പോലേക്ക് ഉറപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പിന്നെയും പഞ്ചാബിലേക്ക് കടന്നു പോവുകയാണ്. ദൈവമക്കളെ, നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് സുജിത ജോയി എന്നാണ്. എൻ്റെ മോൻ്റെ പേര് സാം ജോഷുവ. അവനിപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ പപ്പ എന്നോട് കൂടെയുണ്ട്. വാർത്തയ്ക്ക് സഹജമായി ബലഹീനതയുണ്ടെങ്കിലും അപ്പൊ സുഖത്തോടെ ആയിരിക്കും. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. എൻ്റെ അനിയത്തിയും ഭർത്താവും 2 മക്കളും ഓർക്കുണ്ട്. അവർ അനുഗ്രഹമായിരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി ഈ സാക്ഷി എല്ലാവരും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പേര് നോബിൾ എന്നാണ്. വീട്ടില് മോഹൻദാസ് എന്ന് വിളിക്കും. അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായി വളരെ പ്രയാസത്തിൽ ആയിരിക്കുന്നു. ഇപ്പോൾ ആഴ്ച 2 ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. വരുമാന മാർഗങ്ങളൊക്കെ വളരെ കുറവാണ്. വളരെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അവർക്ക് ചോദിക്കുന്നു. അവളുടെ മൂത്ത മകൾ MBA കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടി. ഇളയ മകൻ ഒരു ഈ ഹോം അപ്ലയൻസ് ഒക്കെ എടുക്കുന്ന ഹോം TV അങ്ങനെ എടുക്കുന്ന ലോൺ സാങ്ഷൻ ആക്കുന്ന ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവൾ കുടുംബമായി സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. 26 വർഷം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. വീണു പോകാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അവിടെ എല്ലാം ഈ ദൈവം എന്നെ താങ്ങി നടത്തി. പലപ്പോഴും ഈ വേദപുസ്തകം താഴെ വയ്ക്കാൻ പോലും എൻ്റെ മനസ്സിൽ തോന്നത്തക്ക വണ്ണമുള്ള സമ്മർദ്ദങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അവിടെ എല്ലാം ഒരു സ്നേഹിതനെ പോലെ എൻ്റെ യേശുവിനോട് ഒപ്പം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകടുത്ത് വർഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ വചനം സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ 24ാമത്തെ വയസ്സിൽ ഒരു കൂട്ടുകാരനെ എനിക്ക് കിട്ടി. ആ കൂട്ടുകാരൻ ഇതുവരെ എന്നെ ഒരിടത്തും ചതിച്ചിട്ടില്ല, ഒരിടത്തും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരിടത്തും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മോനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ കൂട്ടു സഹോദരങ്ങളെല്ലാം എന്നെ പലയിടത്തും കുറ്റപ്പെടുത്തി എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ യേശു കർത്താവ് എന്നെ ഒരിടത്തും മാറ്റി നിർത്തിയിട്ടില്ല, എന്നെ ഒരിടത്തും താഴ്ത്തിയിട്ടില്ല, എന്നെ ഒരിടത്തും കുറ്റപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ താഴ്ചകൾ വരുമ്പോൾ ആ കർത്താവിന്റെ അടുക്കൽ വന്ന് തൻ്റെ ബലമുള്ളൊക്കെ തന്നെ പിടിച്ചിട്ട് പറയും, നീ തളർന്നു പോകേണ്ട, നിന്നോട് കൂടെയുണ്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അന്ത്യം വരെ നടത്തുവാൻ മതിയായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അതൊരിക്കലും നഷ്ടക്കച്ചവടമാകുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെ നടത്തുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആർക്കും വേണ്ടാതിരുന്ന അഴുക്ക് ചാലിൽ കിടന്നവനെ പോലെ ആയിരുന്ന എന്നെ ഇങ്ങനെ മാറ്റാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം എത്രമാത്രം അത്ഭുതങ്ങളെ, വിടുതലുകളെ, രൂപാന്തരത്തെ വരുത്തുവാൻ ദൈവം വിശ്വസ്തരാണ്. ഒരു വിഷയം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവക്കത്തോ നിങ്ങളുടെ ബന്ധു വീടുകളിലോ ഒരു വിഷയം നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മകനോ ഒക്കെ മദ്യപാനത്തിനും തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങൾ അവർ പേര് എഴുതി വെച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. എന്നെ രൂപാന്തരപ്പെടുത്തിയ ദൈവം. സ്തോത്രം. തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ സ്തോത്രം ഞാൻ മരുതൂർ എന്ന് പറയുമ്പോൾ ഒരു വിഷയം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു തിരുവനന്തപുരം ജില്ല ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എന്നെ സ്തോത്രം ഇന്ന് അറിയപ്പെടുന്ന ഒരു സുവിശേഷ വേലക്കാരനാക്കി മാറ്റി മാനിച്ച ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഇപ്പൊ ഏത് നിലയിലായിരുന്നാലും അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ ജീവിതത്തില് സ്തോത്രം ദുർഗന്ധം വഹിക്കുന്ന അനുഭവങ്ങളെ മാറ്റി സുഗന്ധം വഹിക്കുന്ന സൗരഭ്യവാസന പരത്തുന്ന അനുഭവത്തിലേക്ക് നിങ്ങളുടെ കുടുംബനാഥന്മാരെ, മക്കളെ, കുടുംബജീവിതത്തെ ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം അടഞ്ഞ വഴികൾ വന്നാലും, എന്തെല്ലാം ഞെരുക്കങ്ങൾ, പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തെ വിട്ടുകളയാതെ ചേർന്ന് നിന്നാൽ അവൻ നിങ്ങളെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് വചനത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ ആ ഇടയൻ നമ്മെ പച്ചയായ കുന്നിൻപുറത്തേക്ക് നടത്തും. ആ കുന്നിൻപുറത്തെല്ലാം മേഞ്ഞു തീരുമ്പോൾ ആ ഇടയൻ ആടുകളെ താഴ്വരയിലൂടെ കൊണ്ടുവന്ന് അടുത്തൊരു കുന്നിൻപുറത്തേക്ക്, പച്ചയായ പുറത്തേക്ക് ആടുകളെ നടത്തും. ഈ താഴ്വരയെ കുറിച്ച് പറയുന്നത് മരണത്തിന് താഴ്വര, കൂടുതൽ താഴ്വര എന്നാണ്. ആ താഴ്വരയിലൂടെ നമ്മൾ കടന്നാൽ മാത്രമേ അടുത്ത കുന്നിൻ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റൂ. നമ്മൾ ഇന്നായിരിക്കുന്ന നിലയിൽ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കടന്നു വന്ന കൂടുതൽ താഴ്വര കാണാൻ പറ്റും. ആ താഴ്വരയിലൂടെ നമ്മൾ നടന്നു വന്നതുകൊണ്ടാണ് നമ്മൾ ആ അനുഭവിക്കുന്ന സന്തോഷം, സ്വസ്ഥത ദൈവം നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഷ്ടത ഒരിക്കലും പുറപ്പെടുക്കാതെ, നിരാശപ്പെട്ടു പോകാതെ. കഷ്ടത എപ്പോഴും നമുക്ക് വേദന തന്നെയാണ്, പരീക്ഷ എപ്പോഴും വേദന തന്നെയാണ്. എന്നാൽ ആ സമയത്ത് ദൈവത്തോട് പറ്റിയിരിക്കണം. ബൈബിൾ പറയുന്നത്, അനർത്ഥകാലത്ത് ഞാൻ അവനോട് കൂടെ, എൻ്റെ കൂടെ തന്നെ ഒളിപ്പിക്കും, അവനോടുകൂടെ ഇരിക്കും. കഷ്ടകാലത്ത് അവനോട് കൂടെ ഇരിക്കും. അങ്ങനെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ചു ഒരിക്കലും ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ, നശിച്ച ജീവിതം പറഞ്ഞ് തനിയെ ശപിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതം മുന്നോട്ട് നയിച്ചാൽ അത്ഭുതകരമായ ദൈവം നിങ്ങളെ നടത്തും. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്നേഹവന നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ,
ഈ മീഡിയയിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനും അതിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനും ആ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനായിട്ടും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവേ, 24-ാമത്തെ വയസ്സ് വരെയും ആർക്കും വേണ്ടാതിരുന്നു ശപിക്കപ്പെട്ട ഒരു ജന്മമായിരുന്ന അടിയനെ അങ്ങ് വന്ന് കണ്ടെടുത്തു. കർത്താവെ, എന്നെ വിളിച്ചു വേർതിരിച്ചു. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നു. അങ്ങ് എൻ്റെ ഉള്ളിൽ ഒന്ന് വാസം ചെയ്തു. കർത്താവെ, തന്നാത്മീകമായ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇതൊന്നും അതിന് യോഗ്യനല്ല കർത്താവെ. ദൈവം തന്ന വലിയ ദൈവക്കായിട്ട് സ്തോത്രം. ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങനത്തെ നല്ല താലന്തുകൾക്കായി കൃപകൾക്കായിട്ട് സ്തോത്രം. ബലഹീനായ അടിയനെ അവിടുന്ന് ഇത്രത്തോളം നിർത്തിയതിനായി നന്ദി പറയുന്നപ്പ. അനേകം കടന്നുപോയി പാട്ടിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, പലവിധ ഭാഷകളിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സ്തോത്രം. കർത്താവ് എല്ലാ പ്രതികൂലം ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാക്ഷ്യങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഇവിടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന അനുഭവം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവേ, അരോമറ്റിയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നടന്ന എല്ലാ പ്രയത്നങ്ങളും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രയത്നങ്ങളും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ പ്രതിഫല സ്വർഗത്തിലുണ്ട് എന്നറിഞ്ഞ് കർത്താവ് ഞങ്ങൾ എല്ലാവരും ആവോളം ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കും. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അലക്സ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ TV പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവ് അയക്കുന്നിടത്തൊക്കെയും പോയി കർത്താവിന്റെ സാക്ഷ്യം ഉയർത്തുവാൻ പിന്നെയും വേദികളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാരുടെ സ്വപ്നം മറ്റൊന്നായിരുന്നു. ഒരുപക്ഷെങ്കിൽ പിതാവിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടോ മറ്റല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഉന്നത പദവികളിൽ ഇരിക്കണം എന്നുള്ളത് സ്വാഭാവികമായി മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരുടെ മക്കൾ ഏറ്റവും മാന്യന്മാരായിരിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് പിശാചും ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ മക്കൾ എന്ന നിലയിൽ പിശാചിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ പിശാചിന്റെ മക്കൾ ഏറ്റവും നശിച്ചു പോകണമെന്ന്, അവരേറ്റവും നല്ല നിലയിൽ നശിച്ചു പോകണമെന്ന് ആണ് പിശാചു ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് രണ്ടും വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലെ സ്വരൂപത്തിലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നെ പോലെ ആമേൻ താൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കണമെന്ന് ഉള്ള വലിയ ആഗ്രഹം കൊണ്ട് എന്ത് വിലയും കൊടുത്ത് അവസാനത്തുള്ള രക്തം വരെ ക്രൂസിൽ ചൊരിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവനെ, നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് മടക്കി ദൈവസന്നിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മനുഷ്യമായ ആഗ്രഹവും നല്ലതാണ്. പക്ഷെ പൈശാചികന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ നാം മദ്യപാനിയായി, മയക്കുമരുന്നിനടിമയായി, പാപവഴികൾക്ക് ആ വഴികളിലൂടെ നാം നശിച്ച് ഏത് വിധേനയും നമ്മളെ ആത്മീയമായിട്ടും ഭൗമികമായിട്ടും തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. പിശാച് അതിന് ശ്രമിച്ചു. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കുന്നത് നല്ല ചെറുപ്പത്തിൽ തന്നെയാണ്. അവര് കൗമാരത്തിൽ പ്രവേശിക്കുമ്പോൾ, അവര് യൗവനകാലത്തിൽ അവരെ പിടിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക, ഓർത്തുകൊള്ളുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം നല്ല യൗവനത്തിൽ പിശാച് അനേക യുവതി യുവാക്കന്മാരെ തകർത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം. എന്നാൽ 24-ാമത്തെ വയസ്സിൽ ആ കർത്താവിന്റെ ക്രൂശിലെ സ്നേഹം പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഏത് വിധത്തിൽ പിശാച് ആഗ്രഹിച്ചോ ആ വിധത്തിലേക്ക് പോകുവാൻ ദൈവം അനുവദിച്ചില്ല, വിട്ടുകൊടുത്തില്ല. തക്ക സമയമായപ്പോൾ കർത്താവ് തിരിച്ചു പിടിച്ചു. തക്ക സമയമായപ്പോൾ കർത്താവ് തിരിച്ചു പിടിച്ചു. ഇന്ന് കർത്താവിന് വേണ്ടി വേദികളിൽ നിന്ന് വേദികളിലേക്ക്, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് പറയുവാൻ, കർത്താവിന്റെ സാക്ഷ്യം പറയുവാൻ, കർത്താവിനെ പ്രസംഗിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ പാട്ടുകളിലൂടെ, വചനങ്ങളിലൂടെ ദൈവം അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ കുടുംബ ജീവിതത്തിലും
ആമേനെ തലമുറയോടുള്ള ബന്ധത്തിലും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആമേനെ ജീവിതം കടന്നു പോയെങ്കിലും ആമേൻ പിശാചിന് ദൈവം അവസരം കൊടുത്തില്ല. അതിൽ നിന്നൊക്കെ കർത്താവ് ദൈവമാണെന്നുള്ള കാര്യം ഉറപ്പിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ കൂടെയിരുന്നു, അത്ഭുത വിടുതൽ തന്നു. ആമേൻ. ആ വിടുതലുകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ സൗഖ്യത്തോടെ. പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം പങ്കിട്ടതിന് കർത്താവിന്റെ ദാസനോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അരോമ TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് അരോമ TV പ്രേക്ഷകരുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.